നമ്മൾ ഇന്നലെ അതായത് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഓൾറെഡി ടോപ്പിക്സിന്റെ ഒരു ക്യുക്ക് റിവിഷൻ നമ്മൾ നടത്തി. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് എന്നിട്ട് പാസ് പേപ്പർ അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്നുള്ളത് മനസ്സിലായി. ദെൻ നമ്മളിപ്പം ഒരു പാസ് പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഇപ്പം ഓൾറെഡി നമ്മുടെ പ്രീവിയസ് സെഷനിൽ കഴിഞ്ഞ സെഷനിൽ ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് അത് ഓൾറെഡി നമ്മുടെ സോറി അത് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് പേജിൽ അവൈലബിൾ ആണ്. അപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന ഒരു എക്സാമിന്റെ 2 ക്വസ്റ്റ്യൻസ്, ഒരു സെഷനിലെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിങ്സ് എടുക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സെപ്റ്റംബർ ഡിസംബർ 24 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഗ്ലോബൽ സ്കാൻ കമ്പനി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും പിന്നെ അതുപോലെ തന്നെ യെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ പാസ് പേപ്പർ അനാലിസിസ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഓൾമോസ്റ്റ് എല്ലാ സെഷനിലും റിലീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ പെർഫോമൻസ് അനാലിസിസ് എന്നുള്ള സെക്ഷനാണ്. പിന്നെ അതല്ലാതെ ഒരു ടോപ്പിക് നമുക്ക് ഷട്ട് ഡൗൺ ഡിസിഷൻ ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് വന്നിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ക്രീൻ ഒക്കെ ഓക്കെ അല്ലേ? വോയിസ് ആൻഡ് സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് ആ PDF ഓക്കെ ആണല്ലോ? ഈ PDF നമ്മുടെ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൽ വേർഡ്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗ്ലോബൽ സ്കാൻ കമ്പനി. അപ്പം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിക്കാം. എന്തൊക്കെയാണ് റിക്വയർമെന്റ് നോക്കാം. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ഡിസ്കഷനിലേക്ക് വരാം. മെജോറിറ്റി ആൾക്കാരും ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പം ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. റിക്വയർഡ് എ. ഇപ്പം റിക്വയർഡ് എ എന്ന് പറയുന്നത് കമ്പനിയിൽ അവർ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം സ്റ്റേറ്റ്മെന്റ് താഴെ ഒരു ഫോർമാറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെയിൽസ്, റവന്യൂ, എക്സ്പെൻസ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത്രയും കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ബേസിക് ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് നമ്മൾ ഫില്ല് ചെയ്യണം. അതിൽ 3 കാറ്റഗറി ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ഡോളർ വാല്യൂസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷോയിങ് ദ റവന്യൂ ആൻഡ് കോസ്റ്റ് ഫോർ ഈച്ച് ക്ലിനിക് ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ ആസ് പോസിബിൾ. എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. റെക്കമെൻഡ് വിച്ച് ക്ലിനിക്സ് ഇഫ് എനി ഷുഡ് ബി ഷട്ട് ഡൗൺ അറ്റ് ദി എൻഡ് ഓഫ് 2002. അപ്പം ഏതെങ്കിലും ഒരു ഡിവിഷൻ ഒന്നും വായിച്ചില്ല. റിക്വയർമെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പം റവന്യൂ കാൽക്കുലേഷൻ, കോസ്റ്റ് കാൽക്കുലേഷൻ, കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ്സ് സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണോ, അത് നമ്മുടെ ഷട്ട് ഡൗൺ ഡിസിഷൻ, റിലവന്റ് കോസ്റ്റിംഗിലെ ഷട്ട് ഡൗൺ ഡിസിഷൻ കോൺസെപ്റ്റുമായി കണക്റ്റഡ് ആണ്. അതിന്റെ റിക്വയർഡ് ബി ഒന്ന് വായിക്കാം. Required B, discuss any other additional factors that which company should consider before deciding to shut down any of the 3 clinics. അപ്പൊ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് ഈ കമ്പനി കൺസിഡർ ചെയ്യേണ്ട അതർ ഫാക്ടേഴ്സ്. ഇപ്പം ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് റെലവന്റ് കോസ്റ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം കാൽക്കുലേഷൻ പ്ലസ് തിയറി ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ഷട്ട് ഡൗണിലും മേക്ക് ഓർ ബൈ ഡിസിഷൻസിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. എന്താ അതർ ഫാക്ടേഴ്സ്? നമ്മൾ ഷട്ട് ഡൗൺ ഡിസിഷനിലും മേക്ക് ഓർ ബൈയിലും, ശരിക്കും അതിൽ മാത്രമല്ല ബാക്കിയുള്ളതിലും ചോദിക്കാം, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് ഈ 2 ഡിസിഷൻസിൽ അതർ ഫാക്ടേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ജനറൽ പോയിന്റ് ആണ്. എല്ലാ ക്വസ്റ്റിനും വരുന്ന ആൻസർ സെയിം ആണ്. ജസ്റ്റ് കമ്പനിയുടെ സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഈസി മാർക്ക് എന്ന് പറയുന്ന ഏരിയ ആണത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ ഏരിയ ഈസി മാർക്കാണ്. അത് കൃത്യമായി നിങ്ങൾ അതിന്റെ തിയറിറ്റിക്കൽ സൈഡ് നോക്കിയിട്ടുണ്ടാവണം. അപ്പൊ 6 മാർക്സിനായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ്, പോയിന്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ഫുൾ 20 മാർക്കായി. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് പ്രോഫിറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ഏതെങ്കിലും ചെയ്ത് എഴുതും.
ക്വസ്റ്റ് പെട്ടെന്ന് വായിക്കണേ, ഫുൾ സ്ക്രീൻ. ഇത് ഒരു 5 മിനിറ്റ്സിൽ ഒന്ന് പെട്ടെന്ന് വായിക്കണേ. ആഹ് ഒരു ഡൗട്ട് ഇതിനിടയിൽ ചോദിച്ചിട്ടുണ്ട് ഒരാള്, ആൻസർ കീസിലെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ആൻസർ കീയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഫയലിന്റെ തന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ തന്നെ ഈ ഈ ക്വസ്റ്റ്യൻ ആണോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ഓർമ്മയില്ല. ഇതിൽ തന്നെ നമ്മൾ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, അതിന്റെ ആൻസർ കീ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ മിസ്റ്റേക്സ്, വലിയ മിസ്റ്റേക്സ് അല്ല, ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവാം. ഫൈനൽ ഫിഗേഴ്സ് ഒക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കും, ഇടയിൽ എടുത്തിരിക്കുന്ന നമ്പർ ചിലപ്പം അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്സ്, എറേഴ്സ് വരാറുണ്ട്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ചെറിയ നമ്പേഴ്സ് മാറിപ്പോകുന്നത് ആൻസർ കീയിൽ വളരെ റയർ ആയിട്ട് അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഡൗട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ബാക്കി വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. യെസ്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് രണ്ട് രീതിയിൽ മനസ്സിലാക്കുക. ഫസ്റ്റ്, നമ്മളിപ്പം ഒരു സ്റ്റുഡന്റ് എക്സാമിൽ ഇരിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിന്റെ ഒരു അപ്രോച്ച് എന്തായിരിക്കും? നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നു, നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കണം? അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻസിൽ, പി എമ്മിന്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്, ക്വസ്റ്റ്യൻ ജനറലി നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പം ടഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരിക. അപ്പം ഈ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പം റിക്വയർമെന്റ്, രണ്ട് റിക്വയർമെന്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് റിക്വയർമെന്റിനകത്തില്ല. റിക്വയർമെന്റ് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കുറെ നമ്പേഴ്സ് അതിനകത്തുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്പേഴ്സ് കുറെ ഉണ്ട്. അപ്പം ഇത്രയധികം കാൽക്കുലേഷൻസും അതിനകത്ത് വരും, കാരണം ഒരു ഒരു കമ്പനിക്കകത്ത് തന്നെ കുറെ ഡിവിഷൻസ്, അതിൽ തന്നെ കുറെ കാര്യങ്ങൾ, സ്റ്റാഫുകൾ, അപ്പം കുറെ കാൽക്കുലേഷൻ വരുന്നതുകൊണ്ട് ഇത് സ്റ്റുഡൻസിനെ പാനിക് ആകാൻ, ടെൻഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എക്സാമിനാണ് ഞാൻ പറയുന്നത് കേട്ടോ, എക്സാമിന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ, ആൻസറിന്റെ ഒരു ഐഡിയ കിട്ടി, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടി. എസ്പെഷ്യലി ഇവിടെ ഫോർമാറ്റും കൂടെ തന്നിട്ടുണ്ട്. ആൻസറിന്റെ ഫോർമാറ്റ് ഓൾറെഡി ക്വസ്റ്റൻ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇന്ന കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം ചിലപ്പം ഇപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ തേർഡ് പോയിന്റ് ചിലപ്പോൾ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പം ഫസ്റ്റും സെക്കൻഡും കുറെ നമ്പേഴ്സ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പം എക്സാമിന് ഈ ഒരു കാര്യം മൈൻഡിൽ ഉണ്ടാവണം, നമ്മൾ ഓർഡറിൽ തന്നെ എല്ലാം ചെയ്തു പോകണം എന്നില്ല. ചിലപ്പം ലാസ്റ്റിലെ പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാൻ പറ്റുക. ഇനി രണ്ട് റിക്വയർമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ, എയും ബിയും കമ്പയർ ചെയ്യുമ്പം ബി റിക്വയർമെന്റ് ഭയങ്കര ഈസിയാണ്, കാരണം പല ക്വസ്റ്റ്യനിലും കാണുന്ന കോമൺ ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. അപ്പൊ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബി ആദ്യം ആൻസർ ചെയ്യാൻ പറ്റും. വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് തിയറി മാറ്റി വെക്കുക, തിയറി ലാസ്റ്റ് എഴുതാന്ന് പറഞ്ഞ് മാറ്റി വെക്കും. എന്ത് പറ്റും? കാൽക്കുലേഷനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയാൽ കുറേ കാൽക്കുലേഷൻ വരും, നമുക്ക് ആൻസർ കിട്ടാതെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ എത്ര പറഞ്ഞാലും എന്ത് സംഭവിക്കും, നമുക്ക് ആ ആൻസർ കിട്ടാതെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ചലഞ്ചാണ് എക്സാമിന് പലപ്പോഴും. നമ്മൾ ടൈം മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞാലും പ്രാക്ടിക്കലി സ്റ്റുഡൻസ് ഈ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന തിയറി ക്വസ്റ്റ്യൻ, ഭയങ്കര ഈസി ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ആദ്യം എഴുതുക. എന്തുകൊണ്ടാണ്? നമുക്കൊരു 5-6 മിനിറ്റ്സിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് എഴുതാൻ പറ്റിയാൽ അത് ഈസി മാർക്കാണ്. അവിടെ ആ സിക്സ് മാർക്സ് നമുക്ക് ഈസിലി കിട്ടും. ഇനി ഇതിന്റെ ആൻസറിലേക്ക് വരാണ്. അപ്പം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡറിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് മെയിൻ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കേണ്ട. ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഏകദേശം ഒരു ഫോർമാറ്റ് ഒക്കെ മനസ്സിലായാൽ, ക്വസ്റ്റ്യൻ്റെ ഒരു 20-30% മനസ്സിലായാൽ, ആ മനസ്സിലായത് വെച്ച് എന്ത് ചെയ്യാൻ നോക്കുക, ആൻസറിലേക്ക് എത്താൻ നോക്കുക. ഫുൾ കറക്റ്റ് ഓർഡറിലോ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കേണ്ട, കിട്ടുന്നത് ചെയ്തു പോവാം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഈ പറയുന്ന കാര്യം. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്, മൂന്ന് ഡിവിഷന്റെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ പ്രിപ്പയർ ചെയ്യണം. അതിൽ ഏതെങ്കിലും ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണം എന്നുള്ള സജഷൻ കൊടുക്കണം. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതർ ഫാക്ടേഴ്സ് എടുക്കണം. ക്വസ്റ്റനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഗ്ലോബൽ സ്കാൻ എന്ന് പറയുന്ന കമ്പനി ഡിഫറെന്റ് സ്കാനിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം ഡിഫറെന്റ് സർവീസസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഓരോ സ്കാനും ചെയ്യുന്നത് സോണോഗ്രാഫർ എന്ന് പറയുന്ന എംപ്ലോയീസ് ആണ്. ദെൻ അവരായിരിക്കും അതിന്റെ റിസൾട്ട് നോക്കി അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം സ്കാനിങ് സർവീസസ് ആണെന്ന് മനസ്സിലായി. നമുക്ക് ഇൻ ടോട്ടൽ 20 ക്ലിനിക്സ് ഉണ്ട്. അതിൽ 3 ക്ലിനിക്സിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടെ ഒരു കൺട്രിയിൽ തന്നെ കുറച്ച് അടുത്തായിട്ട് വരുന്ന 3 ഡിവിഷൻസ് ആണ്.
അപ്പം കമ്പനിയുടെ പുതിയ സിഇഒ പറയുന്നത് 3 ക്ലിനിക്സ് ഇത്ര അടുത്തായിട്ട് ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷട്ട് ഡൗൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ്, അപ്പം അതിന് വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് തരുന്നു. ദെൻ 2001 പ്രീവിയസ് ഇയറിന്റെ ബേസിലാണ് അതിന്റെ ആക്ച്വൽ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പൊ 3 ഡിവിഷനിലേക്കുള്ള വാല്യൂസ് ഉണ്ട് തന്നിരിക്കുന്ന. ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്കാൻസ് ഈച്ച് ഇയർ, ഓരോ സെന്ററിലും എത്ര സ്കാനിങ് നടക്കുന്നുണ്ട്. അത് നോട്ട് നമ്പർ 1 അതിന്റെ അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്ര സ്കാൻസ് ഉണ്ട്, അത് ഓരോ കാറ്റഗറി, പ്രഗ്നൻസി, മെൻസ് ഹെൽത്ത്, വിമൻസ് ഹെൽത്ത്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് സ്കാനിങ് പോകുന്നത്. അതിന്റെ നമ്പർ ഓഫ് സ്കാൻസ് 2001 പ്രീവിയസ് ഇയറിന്റെ നമ്പേഴ്സ് ഉണ്ട്. അതിന്റെ നോട്ടിൽ പറയുന്ന പോയിന്റ്, ആദ്യത്തെ 2 ഡിവിഷൻ ഡാർബിയും ലീക്കും സെയിം പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത്. പ്രഗ്നൻസി ആണെങ്കിൽ 160, മെൻസ് ഹെൽത്ത് 200, വിമൻസ് $280. തേർഡ് ക്ലിനിക്കിലോട്ട് വരുമ്പം, നോട്ട് ക്ലിനിക്കിലോട്ട് വരുമ്പം നേരത്തെ പറഞ്ഞതിനേക്കാളും 10% കൂടുതൽ എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇയറിലോട്ട് 2002 പോകുമ്പം നമ്പർ ഓഫ് സ്കാൻസ് കുറയും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡാർബിയിലും ലീക്കിലും 20% വെച്ച് കുറയും. ബട്ട് തേർഡ് ഡിവിഷനിൽ നോട്ടിലോട്ട് വരുമ്പം അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ആയതുകൊണ്ട് 30% കൂടും. അപ്പോൾ പ്രീവിയസ് ഇയറിലെ നമ്പർ ഓഫ് സ്കാൻസ് ഉണ്ട്. അതിന്റെ പ്രൈസ്, ഒരു സ്കാനിന്റെ പ്രൈസ് ഇവിടെയാണ് ഈ നോട്ടിലാണ് പറഞ്ഞേക്കുന്നത്. ഇത് കൂടാതെ നെക്സ്റ്റ് ഇയറിലോട്ട് വരുമ്പോൾ നമ്പർ ഓഫ് സ്കാൻസിൽ വരുന്ന ചേഞ്ച് എന്താന്ന് പറഞ്ഞു. പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ല, പ്രൈസ് സെയിം ആയിട്ടാണ് തന്നേക്കുന്നത്. പ്രീവിയസ് ഇയർ കറണ്ട് ഇയർ അങ്ങനെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം എമൗണ്ട് തന്നെ. അതിൽ ആദ്യത്തെ 2 ഡിവിഷനിൽ ഒരു പ്രൈസും തേർഡ് ഡിവിഷനിൽ എക്സ്ട്രാ ഒരു 10% ഉണ്ട് പ്രൈസിൽ. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാഫ്സ് ആണ്. അതിൽ ജൂനിയർ സോണോഗ്രാഫേഴ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, അതർ സ്റ്റാഫ്സ് ഉണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നു. അതിന്റെ നോട്ടിൽ പറയുന്നത് പ്രീവിയസ് ഇയർ 2001 ജൂനിയറിന്റെ സാലറി എത്രയാണ്, സീനിയറിന്റെ സാലറി എത്രയാണ്, അതുപോലെ അതർ സ്റ്റാഫിന്റെ സാലറി എത്രയാണ്. സാലറി കോസ്റ്റിന് പുറമെ കമ്പനി ഒരു 13% അഡീഷണൽ ഗവൺമെന്റിലേക്ക് അവരുടെ വെൽഫെയർ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താണോ അവരുടെ സാലറി എമൗണ്ട് അതിന്റെ 13% അഡീഷണലി കൊടുക്കണം. പിന്നെ എല്ലാ എംപ്ലോയീസിനും 30% ടാക്സ് കട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇയറിലോട്ട് പോകുമ്പോൾ നമ്പർ ഓഫ് സ്റ്റാഫ്സ് അത് സെയിം തന്നെയാണ്. പിന്നെ എല്ലാ എംപ്ലോയീസിനും 5% പേ റൈസ് ഉണ്ട് നെക്സ്റ്റ് ഇയറിലോട്ട് പോകുമ്പോൾ. അപ്പൊ ഇപ്പൊ തന്നിരിക്കുന്ന എമൗണ്ട്സ് എന്ന് പറയുന്നത്, സാലറീസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ്. നെക്സ്റ്റ് ഇയറിലോട്ട് പോകുമ്പോൾ അതിലെല്ലാം 5% ഇൻക്രീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് നമ്പർ ഓഫ് അൾട്രാസൗണ്ട് മെഷീൻസ്, നമ്പർ ഓഫ് മെഷീൻസ് തന്നു. അതിന്റെ നോട്ടിൽ എന്താ പറയുന്നത്, യൂസ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം 5 ഇയർ ലീസിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ദെൻ ആ ലീസ് പേയ്മെന്റ് വരുന്നത് $1,000 പെർ മന്ത്. ഡാർബിയിലും ലീക്കിലും $1,000 പെർ മന്തും, നോട്ടിലോട്ട് പോകുമ്പോൾ $1,500 പെർ മന്തും ആണ്. ദെൻ ഇൻ കേസ് നമ്മൾ ലീസ് എഗ്രിമെന്റ് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സബ്സ്റ്റാൻഷ്യൽ പെനൽറ്റി കൊടുക്കണം. ആ പെനൽറ്റി എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ എമൗണ്ട് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പെനൽറ്റി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ ഫോർത്ത് പോയിന്റിൽ അതർ കോസ്റ്റുകൾ ഉണ്ട്, പെർ മന്ത് വരുന്ന അതർ കോസ്റ്റ്. ഈ അതർ കോസ്റ്റ് അവർ പറയുന്നത് സ്പെസിഫിക്കലി ആട്രിബ്യൂട്ടബിൾ ഓവർ ഹെഡ് കോസ്റ്റും അതുകൂടാതെ സെൻട്രൽ ഹെഡ് ഓഫീസിന്റെ കോസ്റ്റുകളും രണ്ടും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ എപ്പോഷൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിസിലാണ്. മൊത്തം കമ്പനിയിൽ 150 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ 150 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിവിഷനിലും എത്ര എംപ്ലോയീസ് ഉണ്ടോ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ എപ്പോഷൻ ചെയ്തിരിക്കുന്നത്. ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ പ്രീവിയസ് ഇയറിൽ 3 മില്യൺ ആണ്. നെക്സ്റ്റ് ഇയറിലേക്കും സെയിം തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. അതൊരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്താലും സെയിം തന്നെയാണ്. പിന്നെ ക്ലിനിക്കിന്റെ സ്പെസിഫിക് ഓവർ ഹെഡ് കോസ്റ്റുകൾ നെക്സ്റ്റ് ഇയറിലേക്ക് സെയിം ആയിരിക്കും. പ്രീവിയസ് ഇയറിൽ അതേ എമൗണ്ട്സ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിലേക്ക്. ഇത്രയും ഡാറ്റയാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പം ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഒരു ഫോർമാറ്റ് അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 3 ഡിവിഷന്റെയും റവന്യൂന്റെ കാൽക്കുലേഷൻസ് വേണം. അപ്പം 3 ഡിവിഷനിലും റവന്യൂ വരുന്നത് 3 രീതിയിലാണ്. അപ്പം അത് 3 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസിനകത്ത് എംപ്ലോയി എക്സ്പെൻസ് സെപ്പറേറ്റ്ലി ഉണ്ട്. പിന്നെ അതർ സ്റ്റാഫ്, മെഷീൻ ലീസ് കോസ്റ്റുകൾ, സ്പെസിഫിക് കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ സെപ്പറേറ്റ്ലി കാണിക്കണം. നമുക്ക് സെയിൽസ് റവന്യൂന്റെ കാൽക്കുലേഷനിലേക്ക് ആദ്യം വരാം. റവന്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പം നമുക്കറിയാം 3 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് റവന്യൂ വരുന്നത്. അതിൽ പ്രഗ്നൻസി എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്കാൻസ് എത്രയായിരിക്കും, ഓരോ ഡിവിഷനിലേക്കുള്ള നമ്പർ ഓഫ് സ്കാൻസ്. ഇപ്പൊ നമ്പർ ഓഫ് സ്കാൻസ് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ തന്നിട്ടുണ്ട്
നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പം എന്ത് പറ്റും? നമ്പർ ഓഫ് സ്കാൻസ് ആദ്യത്തെ രണ്ട് ഡിവിഷനിൽ 20% ഡിക്രീസ് ആവും, 20% കുറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം ഡാർബിയിലെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്കാൻസ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2000 പ്രഗ്നൻസി 2200 ആയിരുന്നു പ്രീവിയസ് ഇയറിൽ. സോ 2200 അതിന്റെ 20% കുറയും, അപ്പൊ അതിന്റെ 80%. ഇതായിരിക്കും ഡാർബിയിൽ വരുന്ന നമ്പർ ഓഫ് സ്കാൻസ്. ദെൻ ലീക്കിലോട്ട് പോകുമ്പം ലീക്കിൽ വരുന്ന 2650 ആണ്. സോ 2650യുടെ 20% മൈനസ് ചെയ്താൽ ബാക്കി 80%. ഇതായിരിക്കും നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നോട്ടിലേക്ക് വന്നാൽ 3820 ആണ്. ഇൻറ്റു അവിടെ 20% ഡിക്രീസ് അല്ല, നോട്ടിന്റെ കേസിൽ മാത്രം 30% ഇൻക്രീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ 130%. ഇപ്പൊ നമ്പർ ഓഫ് സ്കാൻസ് കിട്ടി, പ്രഗ്നൻസിയുടെ നമ്പർ ഓഫ് സ്കാൻസ് കിട്ടി. ഇതുപോലെ മെൻസ് ഹെൽത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് സ്കാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മെൻസ് ഹെൽത്തിന്റെ നമ്പർ ഓഫ് സ്കാൻസ് പ്രീവിയസ് ഇയറിലെ നമ്പർ ഓഫ് സ്കാൻസ് വന്നിരിക്കുന്നത് 640 ആണ്. അപ്പം 640ന്ന് 20% കുറയും, അപ്പൊ 640യുടെ 80% എടുക്കാം. അതുപോലെ ലീക്കിലോട്ട് വരുമ്പം അവിടുത്തെ നമ്പർ ഓഫ് സ്കാൻസ് 865 ആണ്. സോ 865 അതിന്റെ 80%. നോട്ടിലോട്ട് വരുമ്പം 980 ആണ്. 980യുടെ 30% ആഡ് ചെയ്തെടുക്കുന്നു, 130%. നമ്പർ ഓഫ് സ്കാൻസ് കിട്ടി. ഇനി വിമൻസ് ഹെൽത്തിലോട്ട് വരുമ്പം അവിടെ വരുന്ന നമ്പർ ഓഫ് സ്കാൻസ് ഫസ്റ്റ് ഡിവിഷനിലെ പ്രീവിയസ് ഇയറിലെ നമ്പർ ഓഫ് സ്കാൻസ് 1765 ആണ്. സോ 1765ന്റെ 20% മൈനസ് ചെയ്യുന്നു, ബാലൻസ് 80%. ലീക്കിൽ എമൗണ്ട് 1130 അതിന്റെ 80% എടുക്കുന്നു. തേർഡ് ഡിവിഷനിൽ 1990 ആണ്. ഇതിന്റെ 130%. നമ്പർ ഓഫ് സ്കാൻസ് കിട്ടി. ഇനി പ്രൈസ് പെർ സ്കാൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡാർബിയിലും ലീക്കിലും പ്രഗ്നൻസി സ്കാൻ്റെ എമൗണ്ട് 160. നോട്ടിലോട്ട് വരുമ്പം 10% എക്സ്ട്രാ വരും, അപ്പൊ അതിന്റെ 110%. ഇതുപോലെ മെൻസ് ഹെൽത്തിലോട്ട് വരുമ്പം അതിന്റെ പ്രൈസ് വരുന്നത് $200. 200 നോട്ടില് അതിന്റെ 10% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. ദെൻ തേർഡ് കാറ്റഗറിയിൽ വരുമ്പോൾ പ്രൈസ് പെർ സ്കാൻ എമൗണ്ട് വരുന്നത് $280 ആണ്. ഫസ്റ്റ് ഡിവിഷനിലും സെക്കൻഡ് ഡിവിഷനിലും സെയിം എമൗണ്ട് തന്നെ. തേർഡ് ഡിവിഷനിലേക്ക് വരുമ്പം 280യുടെ 110%. സോ പ്രൈസും കിട്ടി. അപ്പം എത്ര സ്കാൻ ഉണ്ട്, ഒരു സ്കാനിന് എത്രയാണ്, ഇനി എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം എത്ര സ്കാൻ ഉണ്ടോ ഇൻറ്റു പ്രൈസ് പെർ സ്കാൻ ചെയ്യുന്നു. അപ്പം റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആണോ കാൽക്കുലേഷൻ? ഓക്കെ അല്ലേ റവന്യൂ കാൽക്കുലേഷൻ? ഇനി ഇതിലെ എംപ്ലോയി കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എംപ്ലോയി കോസ്റ്റ് എടുക്കുന്നു. അപ്പൊ ആദ്യം നമ്പർ ഓഫ് എംപ്ലോയീസ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണ്? മൂന്ന് ഡിവിഷനിലെയും നമ്പർ ഓഫ് എംപ്ലോയീസ് ഓൾറെഡി ഇവിടുത്തെ നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റാഫ്സിൽ വലിയ ചേഞ്ച് ഒന്നും ഡിഫറൻസ് ഒന്നും ഇല്ല, സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്പർ ഓഫ് സ്റ്റാഫ്സ് എടുക്കാം. ജൂനിയേഴ്സ് ആണെങ്കിൽ 212, സീനിയേഴ്സ് ആവുമ്പം 223, ദെൻ അതർ സ്റ്റാഫിലോട്ട് വരും 8 6 10.
നമ്പർ ഓഫ് എംപ്ലോയീസ് കിട്ടി. ഇനി സാലറി പെർ എംപ്ലോയി എത്രയായിരിക്കും, ഒരു എംപ്ലോയിയുടെ സാലറി എത്രയായിരിക്കും? ജൂനിയർ സോണോഗ്രാഫർ എടുക്കുന്ന സമയത്ത് ജൂനിയർ സോണോഗ്രാഫറിന്റെ സാലറി ഇനീഷ്യലി പ്രീവിയസ് ഇയറിൽ 32,000 ആണ്. നെക്സ്റ്റ് ഇയറിലോട്ട് എല്ലാ എംപ്ലോയീസിനും 5% പേ റൈസ് ഉണ്ട്. അപ്പം 32,000 അതിന്റെ കൂടെ 5% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. ഇത് എല്ലാ ഡിവിഷനിലും സെയിം ആണല്ലേ? നമ്മൾ ഏത് ഡിവിഷൻ എടുത്താലും ജൂനിയർ സോണോഗ്രാഫറിന്റെ സാലറി എല്ലാ സ്ഥലത്തും സെയിം ആണ്. പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ഉണ്ട്, നെക്സ്റ്റ് ഇയറിലേക്ക് 5% കൂടെ ആഡ് ചെയ്തെടുത്തു. ഇതുപോലെ സീനിയർ സോണോഗ്രാഫർ ആകുമ്പോൾ സാലറി വരുന്നത്, സീനിയർ സോണോഗ്രാഫറുടെ സാലറി $44,000 ആണ്. അതും 5% ആഡ് ചെയ്തെടുക്കണം. 44,000ന്റെ 105%. ഇനി അതർ സ്റ്റാഫിന്റെ സാലറി വരുന്ന അതർ സ്റ്റാഫിന്റെ സാലറി $18,000 ആണ് പെർ ആനം. ദെൻ അവിടെയും 5% ആഡ് ചെയ്തിടണം. അപ്പം 18,000ന്റെ മേലെയും 5% ആഡ് ചെയ്തെടുക്കുന്നു. ഇപ്പൊ നമ്പർ ഓഫ് എംപ്ലോയീസും ഒരാളുടെ സാലറിയും കിട്ടി. ഇത് വെച്ച് എന്ത് ചെയ്യാം? ടോട്ടൽ സാലറീസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു സാലറി പെർ എംപ്ലോയി ചെയ്താൽ, അപ്പം പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ 5% ആഡ് ചെയ്തെടുത്തു. അപ്പൊ അതിനനുസരിച്ച് വരുന്ന സാലറി, എല്ലാ സിറ്റുവേഷനിലെയും സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സാലറി കിട്ടി. സാലറി മാത്രമല്ല, ഇതിന് പുറമെ കമ്പനി എക്സ്ട്രാ അതിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. കോൺട്രിബ്യൂഷൻ എത്ര പെർസെന്റ് കൊടുക്കണം? 13% എക്സ്ട്രാ നമ്മൾ അതിന്റെ കോൺട്രിബ്യൂഷൻ കൂടെ കൊടുക്കണം ഗവൺമെന്റിലേക്ക്. എന്താണോ സാലറി എമൗണ്ട് അതിന്റെ മേലെ 13%. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു 30%, 30 പറഞ്ഞിട്ടുണ്ട്. അവിടെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ സാലറി കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ ആ ടാക്സ് കട്ട് ചെയ്യുന്നു. പക്ഷെ അത് എംപ്ലോയിക്ക് അവകാശപ്പെട്ട എമൗണ്ട് തന്നെയാണ്. നമ്മൾ എംപ്ലോയിക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കോസ്റ്റിൽ, കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ കോസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ അതിനകത്ത് വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. ആ 30% അഡ്ജസ്റ്റ്മെന്റ് കമ്പനിയുടെ ഇതിനകത്ത് വേറെ വരുന്നില്ല. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ കാറ്റഗറിയുടെയും കോസ്റ്റ് എടുക്കുമ്പോൾ സാലറി കോസ്റ്റും പ്ലസ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻസും കൂടെ വരും. സോ ഇതായിരിക്കും നമുക്ക് വരുന്ന എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ. ഇനി അടുത്തത് മെഷീൻ ലീസ് കോസ്റ്റ് എടുക്കണം. മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്, അതായിരുന്നു തേർഡ് കാറ്റഗറി. മെഷീന്റെ നമ്പർ ഓഫ് മെഷീൻസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മെഷീൻസ് വരുന്നത് 435. പിന്നെ മെഷീന്റെ കോസ്റ്റ് എത്രയാന്ന് നോക്കണം. മെഷീന്റെ കോസ്റ്റ് അവര് ലീസ് പേയ്മെന്റ് തന്നിട്ടുണ്ട്. ലീസ് പേയ്മെന്റ് വരുന്നത് മന്ത്ലി എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. മന്ത്ലി ഫസ്റ്റ് രണ്ട് ഡിവിഷനിലും $1,000, തേർഡ് ഡിവിഷനിൽ $1,500. അപ്പൊ $1,500. ഇത് വെച്ച് എന്ത് ചെയ്യുക? 1 ഇയറിലേക്കുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെല്ലാം ഇയർലി കോസ്റ്റുകളാണ് എടുക്കുന്നത്. അപ്പം മെഷീൻ കോസ്റ്റ് പെർ മന്ത് ആയതുകൊണ്ട് ഇൻറ്റു 12 ചെയ്യേണ്ടി വരും. അപ്പം 1 മന്തിൽ 4 മെഷീൻസ് ഇൻറ്റു 1,000, അങ്ങനെ 12 മന്ത്സ്. അപ്പം മെഷീൻ ലീസ് കോസ്റ്റ് കിട്ടി. മെഷീൻ എത്ര മെഷീൻസ് ഉണ്ടെന്ന് നോക്കി. ഒരു മെഷീന്റെ കോസ്റ്റ് തന്നിരിക്കുന്ന കോസ്റ്റ് പക്ഷെ പെർ മന്ത് ആയതുകൊണ്ട് ഇൻറ്റു 12 വെച്ച് ചെയ്ത് 1 ഇയറിലേക്കുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് സോറി അടുത്തത്
അതർ കോസ്റ്റ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന കോസ്റ്റ് ആണ്. അതർ കോസ്റ്റിലെ നോട്ട് നമ്പർ 4 ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഓരോ ഡിവിഷന്റെയും കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ കാൽക്കുലേഷനിലൂടെ വരും. അപ്പം അതർ കോസ്റ്റിനകത്ത് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് കോസ്റ്റുകളും ജനറൽ കോസ്റ്റുകളും ഉണ്ട്. അപ്പൊ ജനറൽ കോസ്റ്റ് ടോട്ടൽ എമൗണ്ട് എത്രയാണ്, അത് എന്ത് ബേസിലാണ് എപ്പോഷൻ ചെയ്യുന്നതൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം എംപ്ലോയീസിന്റെ ബേസിലാണ് ജനറൽ എമൗണ്ട് എപ്പോഷൻ ചെയ്തിരുന്നത്. അപ്പൊ നമ്പർ ഓഫ് എംപ്ലോയീസ് എടുക്കുകയാണെങ്കിൽ ഡാർബിയിലും ഇതിലൊക്കെ വരുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ്, അപ്പം ഓരോന്നിലെയും ടോട്ടൽ നമുക്ക് എടുക്കാം. ഡാർബിയിലെ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് 228. അതുപോലെ ലീക്കിലെ നമ്പർ ഓഫ് എംപ്ലോയീസ് 126. നോട്ടിലെ നമ്പർ ഓഫ് എംപ്ലോയീസ് 2310. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് ഡിവിഷൻസിന്റെ നമ്പർ ആഡ് ചെയ്താൽ പോരാ. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, ആ കമ്പനിയിലെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട്. 150 എംപ്ലോയീസ് ആണ് ടോട്ടൽ. ടോട്ടൽ അത് എന്തുകൊണ്ട് ടോട്ടൽ വേറെ നമ്പർ വന്നു? നമുക്ക് മൊത്തം 3 ഡിവിഷൻ അല്ല, കുറെ ഡിവിഷൻസ് ഉണ്ട്. അതിൽ 3 ഡിവിഷന്റെ ഡീറ്റെയിൽസ് ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി തന്നിട്ടുള്ളൂ. ബാക്കി ഡിവിഷൻസിലുള്ള എംപ്ലോയീസും കൂടെ കൂട്ടി ടോട്ടൽ 150 ഉണ്ട്. പിന്നെ ടോട്ടൽ ഹെഡ് ഓഫീസ് കോസ്റ്റ് വരുന്നത് 3 മില്യൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് അപ്പോർഷൻ ചെയ്യുമ്പോൾ ടോട്ടൽ ഹെഡ് ഓഫീസ് കോസ്റ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് വെച്ച് അപ്പോർഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു എംപ്ലോയിയുടെ കോസ്റ്റ്, ആവറേജ് ഒരു എംപ്ലോയിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. ഇതിനെ ഡിവൈഡ് ചെയ്തത് നമ്മുടെ ഹെഡ് ഓഫീസ് കോസ്റ്റിനെ നമ്പർ ഓഫ് എംപ്ലോയീസ് വെച്ചിട്ട് വേണം ഓരോ ഡിവിഷനിലേക്കും കൊടുക്കാൻ. അപ്പോൾ ആവറേജ് ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ എത്രയാണ് കോസ്റ്റ് കൊടുക്കുക, അപ്പൊ അതിന്റെ ബേസിസിൽ ഓരോ ഡിവിഷനിലേക്കും എത്ര കോസ്റ്റ് വരും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു എംപ്ലോയിക്ക് 20,000 വെച്ചിട്ടാണെങ്കിൽ ഫസ്റ്റ് ഡിവിഷനിൽ 12 എംപ്ലോയീസ്, സെക്കൻഡ് ഡിവിഷനിലോട്ട് വരുമ്പോൾ 20,000 ഇൻറ്റു 9, തേർഡ് ഡിവിഷനിൽ 20,000 ഇൻറ്റു 15. ഇത്രയായിരിക്കും ഓരോ ഡിവിഷനിലേക്കും വരുന്ന ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ. അപ്പം ഹെഡ് ഓഫീസ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്താൽ ഓരോ ഡിവിഷനിലേക്കും ഇതായിരിക്കും എമൗണ്ട് വരിക. പ്രീവിയസ് ഇയറിലും നെക്സ്റ്റ് ഇയറിലോട്ട് വരുമ്പോഴും വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ചേഞ്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഹെഡ് ഓഫീസിന്റെ അപ്പോർഷന്റെ കോസ്റ്റ് മാത്രമാണ്. ഇത് കൂടാതെ സ്പെസിഫിക് കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ സ്പെസിഫിക് കോസ്റ്റ് എത്രയാണെന്ന് സെപ്പറേറ്റ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റൻ നോക്കുമ്പോൾ പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അതർ കോസ്റ്റ് എന്ന് പറഞ്ഞ എമൗണ്ട്സ് തന്നിട്ടുള്ളൂ. അതിൽ സ്പെസിഫിക് എത്രയാ, അലോക്കേറ്റഡ് എത്ര, അപ്പോർഷൻഡ് എത്രയാണ്, അതിൽ നിന്ന് ഹെഡ് ഓഫീസ് പീരീഡ് മാറ്റി കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതർ കോസ്റ്റ് അഗെയിൻ തന്നിരിക്കുന്നത് പെർ മന്ത് ആണ്. 56, 45, 62 ഉള്ളത് വൺ മന്തിലേക്കാണ്. അപ്പൊ അതും 1 ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ 56 ആണ് 1 മന്തിലേക്കെങ്കിൽ 1 ഇയറിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ 56 ഇൻറ്റു 12 ചെയ്യുന്നു. അപ്പൊ 1 ഇയറിലെ കോസ്റ്റ് കിട്ടി. അപ്പം 1 ഇയറിലെ ഡാർബിയിലെ 1 ഇയറിലെ കോസ്റ്റ് 672 ആണ് ടോട്ടൽ അതർ കോസ്റ്റ്. അതിൽ ഹെഡ് ഓഫീസ് മാത്രം ഇത്രയുണ്ടെങ്കിൽ 240 ഉണ്ടെങ്കിൽ ബാലൻസ് ഉള്ളതായിരിക്കും സ്പെസിഫിക് എമൗണ്ട്. സോ ഇതായിരിക്കും അവിടുത്തെ സ്പെസിഫിക് എമൗണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ഡിവിഷനിലും കാൽക്കുലേറ്റ് ചെയ്യുക. ലീക്കിലോട്ട് വരുമ്പം ടോട്ടൽ അതർ കോസ്റ്റ് 45 ആണ് പെർ മന്ത് എങ്കിൽ 45,000 ഇൻറ്റു 12 ഇതായിരിക്കും 1 ഇയറിലേക്ക്. നോട്ടിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 62,000 പെർ മന്ത്, 62,000 ഇൻറ്റു 12 1 ഇയറിലേക്ക് കിട്ടി. അപ്പം ഇതേപോലെ ഓരോ ഡിവിഷനിലും സ്പെസിഫിക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോ ഡിവിഷനിലെയും സ്പെസിഫിക് എമൗണ്ട് കിട്ടി. അപ്പം വർക്കിംഗ് നോട്ട്സ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കോസ്റ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഈ വാല്യൂസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പം റവന്യൂവിന്റെ എമൗണ്ട് വർക്കിംഗ് നോട്ട് നമ്പർ 1ൽ നിന്ന് നമ്മൾ റവന്യൂവിന്റെ എമൗണ്ട് കൊണ്ടുവന്നു. റവന്യൂ ഓരോ കാറ്റഗറിയിലും പ്രഗ്നൻസി, മെൻസ് ഹെൽത്ത്, വിമൻസ് ഹെൽത്ത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തു. ആ എമൗണ്ട്സ് ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്തെടുക്കുന്നു. അങ്ങനെ റവന്യൂവിന്റെ ടോട്ടൽ എടുത്തു. എല്ലാം കൂടെ 3 കാറ്റഗറിയിൽ നിന്ന് വരുന്ന റവന്യൂ ആഡ് ചെയ്തപ്പോൾ ഓരോ ഡിവിഷന്റെ റവന്യൂ കിട്ടി. എക്സ്പെൻസുകൾ എടുക്കുമ്പം ഇതേപോലെ തന്നെ നോക്കുക. എക്സ്പെൻസ് എടുക്കുമ്പം ജൂനിയർ സോണോഗ്രാഫറുടെ കോസ്റ്റ് ഉണ്ടായിരുന്നു, സീനിയർ ഉണ്ടായിരുന്നു, അതർ കോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ മെഷീന്റെ ലീസ് കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇതൊക്കെ നമ്മൾ വർക്കിംഗ് നോട്ടിൽ നിന്ന് അതേ എമൗണ്ട്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, നമ്മുടെ മെയിൻ ആൻസറിലേക്ക് എടുക്കുന്നു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വെച്ച് ഏതെങ്കിലും ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ളത് അറിയണം.
അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റിൽ എക്സ്പെൻസുകൾ എടുക്കുന്ന സമയത്ത് ഓരോ ഡിവിഷന്റെയും സ്പെസിഫിക് കോസ്റ്റുകൾ മാത്രം തൽക്കാലം എടുക്കുന്നു. അപ്പം റവന്യൂ സ്പെസിഫിക് ആണ്, എക്സ്പെൻസുകൾ ഓൾമോസ്റ്റ് എല്ലാം സ്പെസിഫിക് ആണ്. ആകെ ഹെഡ് ഓഫീസ് റിലേറ്റഡ് കോസ്റ്റുകൾ മാത്രം സെപ്പറേറ്റ്ലി എടുക്കുക. അപ്പോൾ എക്സ്പെൻസ് നോക്കുമ്പോൾ സ്പെസിഫിക്, ശ്രദ്ധിച്ച് കേൾക്കണേ, സ്പെസിഫിക് ഓവർ ഹെഡ് കോസ്റ്റുകൾ മാത്രം ഇവിടെ മൈനസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഒരു കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ സെപ്പറേറ്റ്ലി മൈനസ് ചെയ്യുന്നു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു ഡിവിഷന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊത്തം എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനിലേക്ക് വന്നാൽ മതി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ഡിവിഷൻസ് ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടയോ എന്ന് അറിയണമെങ്കിൽ ആ ഡിവിഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന, അതിന് സ്പെസിഫിക് ആയിട്ടുണ്ടാവുന്ന എമൗണ്ട്സുകൾ മാത്രം എടുക്കണം. അപ്പോഴല്ലേ ആ ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്താൽ എത്ര പോവും, എത്ര കിട്ടുമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുക. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ് കോസ്റ്റ്, അതിൽ നമ്മൾ ഏത് മാത്രമേ മൈനസ് ചെയ്തിട്ടുള്ളൂ, ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഡിവിഷൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ മാത്രമേ മൈനസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഓവർ ഹെഡ് കോസ്റ്റ് എടുത്തപ്പം സ്പെസിഫിക് ഓവർ ഹെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഹെഡ് ഓഫീസിന്റെ അലോക്കേറ്റഡ് കോസ്റ്റുകൾ എടുത്തിട്ടില്ല. അങ്ങനെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഡാർബിയിലെ നെഗറ്റീവ് എമൗണ്ട്, അതുപോലെ ബാക്കി രണ്ട് ഡിവിഷൻസിലും പോസിറ്റീവ് എമൗണ്ടും കാണാം. ഇനി ഇതിന് പുറമെ ഹെഡ് ഓഫീസിന്റെ കോസ്റ്റും കൂടെ അപ്പോർഷൻ ചെയ്തു വരുമ്പം മൂന്ന് ഡിവിഷന്റെയും പ്രോഫിറ്റ് ഓർ ലോസ് ഇത്രയായിരിക്കും വരിക. ഇതിൽ ഫൈനൽ ഫിഗർ, ഫൈനൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയിട്ടല്ല നമ്മൾ ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കുക. എന്തുകൊണ്ടാണ്? ഫൈനൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിവിഷന്റെ ഭാഗമല്ലാത്ത, ഡയറക്റ്റ് കൺട്രോളിലല്ലാത്ത കോസ്റ്റുകളും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ നോക്കാം. കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ്, അതായത് ആ എമൗണ്ടിൽ, ഈ കാണുന്ന എമൗണ്ട്സിൽ നമ്മൾ ഏത് മാത്രമേ മൈനസ് ചെയ്തിട്ടുള്ളൂ, ആ ഡിവിഷൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള റവന്യൂസ് ആൻഡ് കോസ്റ്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഹെഡ് ഓഫീസ് റിലേറ്റഡ് കോസ്റ്റുകൾ നമ്മൾ മൈനസ് ചെയ്യുന്നില്ല. അപ്പം ഈ കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന എമൗണ്ട്സ് വെച്ചിട്ട് വേണം നമ്മൾ ഷട്ട് ഡൗൺ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ. ഡാർബിയുടെ കേസിൽ ആ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് വഴി 51,000 ഓൾറെഡി ലോസ് ആണ്. ലീക്ക് ആണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ട്, നോട്ട് ആണെങ്കിലും പ്രോഫിറ്റ് ഉണ്ട്. അപ്പം ഹെഡ് ഓഫീസ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ, ഹെഡ് ഓഫീസ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കഴിയുമ്പം ലീക്ക് ലോസിലോട്ട് പോയാലും അതെന്തല്ല, സ്പെസിഫിക് ആയിട്ട് വരുന്ന എമൗണ്ട് അല്ല. കാരണം ഹെഡ് ഓഫീസ് എന്തായാലും ഇൻകർ ചെയ്യും. നമ്മൾ ലീക്ക് നിർത്തിയാലും, സെക്കൻഡ് ഡിവിഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്താലും നമുക്ക് ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ ഇൻകർ ചെയ്യും. അപ്പം ഷട്ട് ഡൗൺ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ എമൗണ്ട്സ് വെച്ചിട്ടാണ്. കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ് കോസ്റ്റ്, അതായത് ആ ഡിവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ മാത്രം നമ്മൾ മൈനസ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഫൈനൽ നെറ്റ് എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷട്ട് ഡൗൺ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഫൈനലി അവിടുത്തെ ഓരോ ഡിവിഷനിലെയും പ്രോഫിറ്റ് ഓർ ലോസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ഡിസിഷൻ എടുക്കുന്നത്, ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കുന്ന ഇതിന്റെ ബേസിലാണ്, ആ കോൺട്രിബ്യൂഷന്റെ എമൗണ്ടിന്റെ ബേസിസിലാണ്. അങ്ങനെ ഡാർബിയിൽ മാത്രം നമുക്ക് എന്ത് പറയാം, ആ ഡിവിഷൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളത് പറയാം. അതൊരു സെന്റൻസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ കീ ആൻസർ മാത്രം പറയുന്നുള്ളൂ. അപ്പം ആ ഒരു ഡിവിഷൻ, ഏത് ഡിവിഷൻ, ഡാർബി മാത്രം നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. റീസൺ എന്താ? ബിക്കോസ് അതിന്റെ കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ് എമൗണ്ട് ലോസിലായതുകൊണ്ട്, ആ ഡിവിഷൻ ലോസ് മേക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഈ ഫാക്ടർ മാത്രം നോക്കും, അതർ ഫാക്ടേഴ്സ് വേറെ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. സോ ഈ ഒരു എമൗണ്ട് മാത്രം നോക്കിയാൽ അത് ഷട്ട് ഡൗൺ ചെയ്യാം എന്ന സജഷൻ നമുക്ക് കൊടുക്കാം. ക്ലിയർ ആണോ കാൽക്കുലേഷൻ? ഇനി ഒന്നുകൂടെ റിക്വയർമെന്റ് വായിച്ചു നോക്കുക. ആ ഫസ്റ്റ് റിക്വയർമെന്റിന്റെ ആൻസർ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? എന്താ, ഒന്ന് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം, റവന്യൂ കോസ്റ്റ് സെപ്പറേറ്റ്ലി കാണിക്കണം, ഏതെങ്കിലും ക്ലിനിക്കുകൾ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യണം. അപ്പം ഈ ഫോർമാറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ അതും നമ്മൾ പറഞ്ഞു. സോ ഇത്രയാണ് ഫസ്റ്റ് റിക്വയർമെന്റ്, അത് കംപ്ലീറ്റ് ആയി. ഇനി അത് ഓക്കെ, ഒരു ഡൗട്ട് വന്നിരിക്കുന്നത്, സർ ഏതൊക്കെ കോസ്റ്റ് ആണ് എടുക്കുക ഷട്ട് ഡൗൺ ഡിസിഷനിൽ? നമ്മൾ റെലവെന്റ് കോസ്റ്റിംഗിൽ ശ്രദ്ധിച്ചേക്കും, അപ്പോൾ ഒരു കൺഫ്യൂഷൻ മേ ബി വരാം. റെലവെന്റ് കോസ്റ്റിംഗിൽ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ഡിസിഷന്റെ കുറേ കാര്യങ്ങൾ തന്ന്, അപ്പം ആ ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്താൽ ഉണ്ടാവുന്ന കോസ്റ്റും റവന്യൂസും വെച്ചിട്ട് നമ്മൾ ആ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്.
ഇവിടെ അത്രയും കോംപ്ലക്സ് ആയിട്ട് ഒരു കാൽക്കുലേഷനിലോട്ട് പോകുന്നില്ല. കാരണം നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു ഡിവിഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കുറെ കോസ്റ്റുകളും റവന്യൂസും ആണ്. ഇതിൽ എത്രത്തോളം റെലവെന്റ് ഉണ്ട്, അത് ഷട്ട് ഡൗൺ ചെയ്താൽ ഏതൊക്കെ സേവ് ആവും, ഏതൊക്കെ സേവ് ആവില്ല, അങ്ങനെ സെപ്പറേറ്റ്ലി സ്പെസിഫിക്കലി പറഞ്ഞൊന്നുമില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന എമൗണ്ട്സിൽ മെജോറിറ്റി എമൗണ്ട്സും ഡിവിഷന്റെ ഭാഗമായി വരുന്ന റവന്യൂസും കോസ്റ്റുകളുമാണ്. പിന്നെ ഡയറക്ട്ലി ഡിവിഷന്റെ ഭാഗമല്ലാതെ കോമൺ ആയിട്ട് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് കോസ്റ്റ് ആണ്. അതായത് ഡിവിഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്താലും ഹെഡ് ഓഫീസ് കോസ്റ്റ് വരും. സോ നമ്മൾ ഈ ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കുമ്പോൾ ഹെഡ് ഓഫീസ് കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട, അതായത് ഈ ഹെഡ് ഓഫീസ് കോസ്റ്റ് കൺസിഡർ ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം ആ ഓരോ ഡിവിഷൻസിലും വരുന്ന സെപ്പറേറ്റ് റവന്യൂ, അതെന്താ ഒരു ഡിവിഷനിലേക്ക് സെപ്പറേറ്റ്ലി വരുന്നതാണ്, ആ റവന്യൂസും ഡിവിഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന കോസ്റ്റുകളും, അപ്പം എംപ്ലോയി കോസ്റ്റുകൾ, മെഷീൻ കോസ്റ്റുകൾ, സ്പെസിഫിക് ഓവർ ഹെഡ് അങ്ങനെ ഡിവിഷന്റെ ഭാഗമായി ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ അത് മാത്രം കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഈ കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ് കോസ്റ്റ്, അതായത് അങ്ങനെ വരുന്ന കോൺട്രിബ്യൂഷൻ, ഹെഡ് ഓഫീസ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാത്ത കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റനിൽ ഷട്ട് ഡൗൺ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. ഒരു ഷട്ട് ഡൗൺ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ ഡാർബി ഷട്ട് ഡൗൺ ചെയ്താൽ നമുക്ക് ആ -51 സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഡാർബി നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം എന്നതാണ് പോയിന്റ്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഇതിലെ റിക്വയർഡ് ബി, ഡിസ്കസ് എനി അഡീഷണൽ ഫാക്ടേഴ്സ് വിച്ച് കമ്പനി ഷുഡ് കൺസിഡർ ബിഫോർ ഡിസൈഡിങ് ടു ഷട്ട് ഡൗൺ. സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എഴുതണം. GSE ഈ കമ്പനി കൺസിഡർ ചെയ്യേണ്ട. അപ്പം കറക്റ്റ് എത്ര പോയിന്റ് എഴുതണം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നോർമലി ഇങ്ങനെയാണ്, വളരെ ബ്രീഫ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 6 മാർക്സിന് 6 പോയിന്റ്സ്, അതല്ല എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ 6 മാർക്കിന് 3 പോയിന്റ്സ് മതി. അപ്പം ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ്, അതർ ഫാക്ടേഴ്സ് കമ്പനി കൺസിഡർ ചെയ്യണം. അപ്പം ഇത് കോമൺ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റനിലും നമ്മൾ കോമൺലി എടുക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഷട്ട് ഡൗൺ ഡിസിഷനിൽ. ഒന്ന് കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പം നമ്മുടെ എംപ്ലോയീസ് റിഡൻഡന്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് റിഡൻഡന്റ് ആവുന്നുണ്ടോ, അതുപോലെ എംപ്ലോയീസ് റിഡൻഡന്റ് ആവുമ്പോൾ ബാക്കി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, ബാക്കി ഡിവിഷനിലെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന്റെ മൊറാലിനെ എങ്ങനെ എഫക്ട് ചെയ്യും. പിന്നെ നമ്മളൊരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ കസ്റ്റമറുടെ മുന്നിലുള്ള നമ്മുടെ ഒരു ഇമേജ് എന്തായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മുന്നിൽ ഒരു ഇമേജ് എന്തായിരിക്കും, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നൊരു ഫീൽ വരുമോ. അതുപോലെ നമ്മൾ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് നിർത്തിയാൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിർത്തിയാൽ, ഞാൻ ജനറൽ ആയിട്ടാണ് പറയുന്നത്, ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് പോയിന്റ്സിലേക്ക് വരാം. ഒരു പ്രൊഡക്റ്റ് നിർത്തിയാൽ നമ്മുടെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ബാക്കി കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് നിർത്തിയാൽ ഇത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ, ലൈക്ക് ഒരെണ്ണം നിർത്തിയാൽ ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ബാക്കി വാങ്ങാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി പ്രൊഡക്ട്സിന്റെ സെയിൽസിനെയും എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൺസിഡർ ചെയ്യാം. ഇത് മാത്രമല്ല, ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഫ്രീ ആവുന്ന റിസോഴ്സസ് ഉണ്ടാവും. അതായത് ആ പ്രൊഡക്റ്റ് നിർത്തുമ്പോൾ കുറച്ച് റിസോഴ്സ് ഫ്രീ ആവും, ഈ റിസോഴ്സിന്റെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാനുണ്ട്, പ്രാക്ടിക്കലി കൺസിഡർ ചെയ്യാനുണ്ട്. ഇത് ഷട്ട് ഡൗൺ ഡിസിഷനിൽ നമ്മൾ തിയറി പോയിന്റ്സ് ആയിട്ട്, ജനറൽ പോയിന്റ്സ് ആയിട്ട് പഠിക്കുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതിൽ നിന്ന് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇപ്പം എന്തൊക്കെ പറയാം, നമ്മൾ ഇത് ഷട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പം ആ ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്താൽ ഡാർബി ആണ് നമ്മൾ പറയുന്നത്. അപ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട് അവിടെ. നമ്മൾ സോണോഗ്രാഫേഴ്സിന്റെ അതർ സ്റ്റാഫിന്റെ ഡാറ്റ കണ്ടു. അവരെന്താവും, റിഡൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരെ നമുക്ക് വേറെ എവിടെയെങ്കിലും, വേറെ ഏതെങ്കിലും ഡിവിഷനിൽ യൂസ് ചെയ്യാൻ പറ്റണം. വേറെ എവിടെയെങ്കിലും ഡിവിഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം ഒന്നുകിൽ നമ്മുടെ എംപ്ലോയീസ് റിഡൻഡന്റ് ആവാം. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് അത് അഡ്രസ് ചെയ്യണം, അത് നോക്കണം. പിന്നെ അല്ലെങ്കിൽ അവരെ വേറെ എവിടെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ദെൻ അവരെ പറഞ്ഞു വിട്ടാൽ ബാക്കി എംപ്ലോയീസിന്റെ മൊറാലിനെ, ബാക്കി ഡിവിഷൻസിന്റെ എംപ്ലോയീസിന്റെ മൊറാലിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ള കാര്യം പോയിന്റ്സ് ആയിട്ട് പറയാണ്. അതെങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നോക്കണം. ലീക്കിന്റെയും നോട്ടിന്റെയും, അതായത് ബാക്കി ഡിവിഷൻസിന്റെ റവന്യൂനെ അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഇവിടുത്തെ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡാർബിയും ലീക്കും നോട്ടും അടുത്തടുത്തായതുകൊണ്ട്, ജിയോഗ്രഫിക്കലി അടുത്തായതുകൊണ്ട് ഡാർബി ഡിസ്കണ്ടിന്യൂ ചെയ്താലും മേ ബി ആ കസ്റ്റമേഴ്സ് ലീക്കിലോട്ടും നോട്ടിലോട്ടും മേ ബി വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. അത് ഇവാലുവേറ്റ് ചെയ്യണം. ഡാർബി നിർത്തിയാൽ അതിന്റെ ഫുൾ റവന്യൂ ചിലപ്പോൾ മിസ് ആവണമെന്നില്ല, ചിലപ്പോൾ അത് ബാക്കി സ്ഥലത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും.
പിന്നെ ഡാർബി നിർത്തുമ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസ് കൊണ്ട് വേറെ എന്തെങ്കിലും യൂസേജ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാനുള്ളത് പോയിന്റ് നമ്പർ 3 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ലീസ് പേയ്മെന്റ് ലീസ് എഗ്രിമെന്റ് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഡാർബി നിർത്തുമ്പോൾ അതിന് ലീസ് എഗ്രിമെന്റ് എക്സിറ്റ് ചെയ്യണ്ടേ, അത് എക്സിറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റാൻഷ്യൽ പെനാൽറ്റി അടയ്ക്കണം. ആ പെനൽറ്റി എത്രയാണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളത് നേരത്തെ കൺസിഡർ ചെയ്തില്ല. പക്ഷെ അതും കൂടെ എന്ത് ചെയ്യണം കമ്പനി കൺസിഡർ, ആ പെനൽറ്റി എമൗണ്ട് എത്രയാണ്. ഇപ്പം ഈ സേവ് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് അപ്പുറത്ത് കൊടുക്കേണ്ടി വരുമോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഷട്ട് ഡൗൺ ചെയ്യില്ല. അപ്പം ആ പെനൽറ്റി എമൗണ്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇങ്ങനെ ജനറലി നമ്മൾ പഠിച്ച പോയിന്റ്സ് ഇതിലേക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. മെയിൻലി ഒരു 3 മതി, 3 ഡിസ്കസ് ചെയ്ത് എഴുതണം. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ആൻസേഴ്സിലോട്ട് വരേണ്ടത്. ഞാൻ ആ കീ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. ഇതേ ഫയലിൽ തന്നെ ലാസ്റ്റ് പേജിലോട്ട് എൻഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് കിട്ടും. ഇതും ഈ ഒരു കാര്യം ഞാൻ വളരെ കോമൺ ആയിട്ട് ക്ലാസ്സിൽ പറയുന്നതാണ്. തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും എക്സാമിനർ ആൻസറും കൂടെ വായിച്ചു പോവാം. നിങ്ങളുടെ ആൻസർ എഴുതിയതിന് ശേഷം കേട്ടോ, നിങ്ങളുടേതായ ഒരു ആൻസർ എഴുതി ദെൻ അത് എക്സാമിനർ ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക. കണ്ടിന്യൂസ്ലി എക്സാമിനർ ആൻസേഴ്സ് ഇപ്പോൾ ഒരു 2 3 തവണ ആൻസേഴ്സ് വായിക്കുക. അപ്പം നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് റിക്വയർഡ് ബിയിൽ വരേണ്ടത്. ജസ്റ്റ് ഒന്നും കൂടെ റിക്വയർഡ് ബി വായിച്ചു പോകുന്നു. ഡിസ്കസ് എനി അതർ അഡീഷണൽ ഫാക്ടേഴ്സ് ദാറ്റ് കമ്പനി ഷുഡ് കൺസിഡർ ബിഫോർ ഡിസൈഡിങ് ടു ഷട്ട് ഡൗൺ. അപ്പം കൺസിഡർ ചെയ്യേണ്ട അതർ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ഓക്കെ അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെർഫോമൻസ് മെഷർമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൗട്ട് ഇതിനിടയിൽ ചോദിച്ചു, സാർ ഇതിന്റെ ആൻസർ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഡിസ്കസ് എന്ന് പറയുമ്പം ഒരിക്കലും ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് ഒന്നുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് നിങ്ങൾ 1 2 3 അങ്ങനെ എഴുതിയത് കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ചെറിയ സെന്റൻസ്, വളരെ സിമ്പിൾ പോയിന്റ്സ് ആയിരിക്കരുത്. എക്സ്പ്ലെയിൻ ചെയ്ത് വേണം. ഡിസ്കസ് എന്ന് പറയുന്നതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എഴുതാൻ. അറ്റ്ലീസ്റ്റ് ഒരു 2 സെന്റൻസ് എങ്കിലും വരുന്ന രീതിയിൽ വേണം എഴുതാൻ. താഴെ താഴെ എഴുതിയാലും കുഴപ്പമില്ല, അത് ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ ഇതാ ഒറ്റൊരു സിമ്പിൾ സെന്റൻസ് ആയിരിക്കരുത്. എംപ്ലോയി റിഡൻഡൻസി കോസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയി മൊറൽ എന്ന് ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ പോലെ ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതണം കേട്ടോ. അത് ഓൾമോസ്റ്റ് എല്ലാ ആൻസറിലും അങ്ങനെയാണ്. നമ്മൾ ആൻസർ തിയറി ആൻസേഴ്സ് എഴുതുമ്പം എപ്പോഴും ഫുൾ സെന്റൻസിൽ തന്നെ എഴുതണം. നമ്മൾ ക്ലാസ്സിലൊക്കെ ചിലപ്പം ഷോർട്ട് ആയിട്ട് നോട്ട് ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. പക്ഷെ എക്സാമിന് ആൻസർ പ്രസന്റ് ചെയ്യുമ്പോൾ ഫുൾ സെന്റൻസിൽ തന്നെ എഴുതണം. പിന്നെ പാരഗ്രാഫ് ആയിട്ടോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ കൊടുക്കാം, അതിൽ പ്രശ്നമില്ല. രണ്ട് രീതിയിലും ചെയ്യാൻ കുഴപ്പമില്ല. യെസ്, സിനാരിയോ 2 സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെർഫോമൻസ് അനാലിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം റിക്വയർമെന്റ് ഒന്ന് നോക്കാം, എന്നിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് ഫൈനലി ഡിസ്കസ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. ആക്ച്വലി നെറ്റിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് റിക്വയർമെന്റിലേക്ക് വരാം. ഫസ്റ്റ് റിക്വയർമെന്റ് റിസീവബിൾസ് കളക്ഷൻ പീരീഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, കറണ്ട് റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. 2 റിസോർട്സിന്റെ 2 ഡിവിഷൻസിന്റെ ഈ 3 മെഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ റിലേറ്റീവ് പെർഫോമൻസ് കമന്റ് ചെയ്യണം. ഇപ്പം ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കും, ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പം പി എമ്മില് ഇപ്പൊ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ തൊട്ട് മുമ്പ് 2024 വന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഒരുപാടൊന്നും ആയിട്ടില്ല. അപ്പം ആ സമയത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇത് ഭയങ്കര ഈസി റിക്വയർമെന്റ് ആണ്.
പക്ഷെ മേ ബി സ്റ്റുഡൻസ് ഇവിടെ ചെയ്യാൻ ചാൻസ് ഒരു മിസ്റ്റേക്ക് ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ആയതുകൊണ്ട് അത് ചെയ്യാനായിരിക്കും ഒരു ടെൻഡൻസി കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക. ആണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഇങ്ങനെ ചെയ്തൊന്നുമല്ല. ഒരു ആവറേജ് മൈൻഡ് സെറ്റ് പോയിട്ടുണ്ടാവുക ഫസ്റ്റ് റിക്വയർമെന്റ് കൂടുതൽ ഉണ്ട്, അത് ആദ്യം ചെയ്തിട്ട് ഇത് അനാലിസിസും കാര്യങ്ങളൊക്കെ അല്ല എന്ന് പറഞ്ഞ് ചിലർ മാറ്റും. എനിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത പേഴ്സണലി ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ എന്താ പഠിച്ച അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യും. കാരണം റിക്വയർഡ് എ വായിക്കുമ്പോൾ തന്നെ അസസ് ചെയ്യണം. അപ്പൊ വേർഡ് ആണ് നമ്മൾ അവിടെ പെർഫോമൻസ് അസസ്മെന്റ് നടത്തണം. വോയിസ് ഇപ്പം ഓക്കെ ആണോ? നോ. ഇപ്പം കേൾക്കുന്നുണ്ടോ? റിക്വയർഡ് ബി വായിച്ചല്ലോ. റിക്വയർഡ് ബി വോയിസ് ഓക്കെ ആണോ എന്ന് പറയണേ. യെസ്, ഓക്കെ ഓക്കെ. നെറ്റിന് ഒരു ഇഷ്യൂ ഉണ്ട്, സോറി. അത് ഇപ്പം ഈവനിങ് തൊട്ടൊരു ഇഷ്യൂ ഉണ്ട്. വൈഫൈ ഇത്തിരി കംപ്ലൈന്റ് ഉണ്ട്. സ്പീഡ് മൊത്തത്തിൽ കുറവാണ്, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. റിക്വയർഡ് ബിയിലേക്ക് വരികയാണെങ്കിൽ റിക്വയർഡ് ബി ROI കാൽക്കുലേറ്റ് ചെയ്യണം രണ്ട് ഡിവിഷന്റെയും. ഏതെങ്കിലും മാനേജർക്ക് ബോണസ് കിട്ടും എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ROI ഗെയിം നമുക്ക് റിക്വയർമെന്റ് വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ROI ഒക്കെ നമ്മൾ പഠിച്ചാണ്, അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ ഏതെങ്കിലും മാനേജർക്ക് ബോണസ് കിട്ടും എന്നുള്ളത്. അതിൽ തന്നെ സബ് റിക്വയർമെന്റ് ഉള്ളത് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് വിത്ത് ദ കറന്റ് ബോണസ് സിസ്റ്റം അറ്റ് എഡ്കോ. അപ്പം ഈ കമ്പനിയുടെ ബോണസ് സിസ്റ്റം എന്താണോ അതിന്റെ പ്രോബ്ലംസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യണം. 6 മാർക്സിനാണ്, പ്രോബ്ലംസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഒരു എന്താ ഡയറക്ട് ക്വസ്റ്റൻ അല്ല, സിനാരിയോ വായിച്ചാലേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റിക്വയർഡ് സിയും കൂടെ പെട്ടെന്ന് നോക്കണേ. റിക്വയർഡ് സി, required C, calculate URI's resorts divisional ROI if the new investment opportunity goes ahead. നമ്മളൊരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്വസ്റ്റ്യനിലുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ROI എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് യൂറി ഡിവിഷന്റെ മാനേജർ എടുക്കുന്ന ഡിസിഷൻ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കുമോ എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യണം. 4 മാർക്സിന്. ശരിക്കും ഇത് നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റണം. എസ്പെഷ്യലി റിക്വയർഡ് സിയിൽ മാനേജർ എടുക്കുന്ന ഡിസിഷൻസ് കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണോ? ആർ ഒ ഐ എന്ന ടെക്നിക്കിന്റെ ഒരു നെഗറ്റീവാണ്, ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറയുന്ന പോയിന്റാണ്. പലപ്പോഴും ROI ഡിസ്ഫങ്ഷണൽ ഡിസിഷൻസ് ഉണ്ടാക്കാം. അതായത് കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ മാനേജർ ഡിസിഷൻസ് എടുക്കാൻ പലപ്പോഴും ചാൻസ് ഉള്ളത് ROIയുടെ ഒരു നെഗറ്റീവാണ്. അപ്പം ഇതാണ് നമുക്ക് അവിടെ അസസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിലേക്ക് വരാം. പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യൻ വായിക്കണേ, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സിൽ പെട്ടെന്ന് ക്വസ്റ്റ്യനിലെ കാര്യം ഒന്ന് വായിക്കാം.
യെസ്, ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പം റിക്വയർമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് റിക്വയർമെന്റിൽ റിസീവേഴ്സ് കളക്ഷൻ പീരീഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് റിലേറ്റീവ് പെർഫോമൻസ് അസസ് ചെയ്യണം. പെർഫോമൻസ് അസസ്മെന്റ് ഒക്കെ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടാണ്. അതിന്റെ ആൻസറിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഇന്നലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആ ഒരു ഫോർമാറ്റിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ROI കാൽക്കുലേറ്റ് ചെയ്യണം, ഏതെങ്കിലും മാനേജർക്ക് ബോണസ് കിട്ടുമോ എന്നുള്ളത് പറയണം, പിന്നെ കറന്റ് ബോണസ് സിസ്റ്റത്തിന്റെ ഇഷ്യൂസ് എന്താന്നുള്ളത്, അതുപോലെ യൂറി ഡിവിഷനിലെ പുതിയ ROI എത്ര വരും, ആ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ മാനേജർ എടുക്കുന്ന ഡിസിഷൻ എങ്ങനെയായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എഡ്ഗോ എന്നുള്ളത് വെക്കേഷൻ റിസോർട്ട്സിന്റെ ഒരു ചെയിൻ, അങ്ങനത്തെ ഒരു കമ്പനിയാണ്, ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ദെൻ അതില് നമ്മൾ ബെഡ്റൂംസ്, റെസ്റ്റോറൻറ്റ്സ്, ലെഷർ ഫെസിലിറ്റീസ് ഇത്രയും കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളെല്ലാ റിസോർട്ട്സും ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അറൌണ്ട് 23 ആണ് ടോട്ടൽ റിസോർട്ട്സ് പറഞ്ഞേക്കുന്നത്. എല്ലാം ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ROIന്റെ ബേസിസിലാണ്, ഡിവിഷന്റെ ROIയുടെ ബേസിസിലാണ് മാനേജർക്ക് റിവാർഡ് പോകുന്നത്. ദെൻ ആദ്യത്തെ 2 റിസോർട്ട്സിന്റെ ഡീറ്റെയിൽസ് തരുന്നു. അവർ കുറെ കാര്യത്തിൽ ഐഡന്റിക്കൽ ആണ്. സെയിം ടൈമിലാണ് കൺസ്ട്രക്ഷൻ, നമ്പർ ഓഫ് ബിൽഡിങ്സ്, ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സെയിം ആണ്, ബട്ട് ഡിഫറെന്റ് ലൊക്കേഷനിലാണ്. അപ്പം അതാണ് യൂറി ലെക്സ് എന്ന് പറയുന്ന 2 ഡിവിഷൻസ്. ദെൻ റീസെന്റ് വന്ന കുറച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത്, യൂറി നിൽക്കുന്ന ഏരിയ കുറച്ചുകൂടെ ഹോളിഡേ മേക്കേഴ്സിന്റെ ഡെസ്റ്റിനേഷൻ ആയിട്ട് വന്നു. കൂടുതൽ ബിസിനസ്സിന് കുറച്ചും കൂടെ നല്ലൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ മാനേജർ അവിടെ സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും റീസെന്റ് നടത്തിയിട്ടില്ല, കഴിഞ്ഞ 2 വർഷത്തിൽ നടത്തിയിട്ടില്ല. പിന്നെ ലെക്സ് റിസോർട്ടിന്റെ കേസ് എടുത്താൽ ഏരിയ കുറച്ച് ഡിക്ലൈനിലാണ്, അത്ര ഡിമാൻഡ് അവിടെ വരുന്നില്ല. പക്ഷെ മാനേജർ നല്ലതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈ ക്വാളിറ്റി സ്പാ, ജിം എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മാക്സിമം ഓപ്പറേഷൻസ് എഫിഷ്യന്റ് ആക്കാൻ നോക്കുന്നുണ്ട് ലെക്സിന്റെ കാര്യത്തിൽ. പിന്നെ കറണ്ട് ഇയർ ബഡ്ജറ്റിന് കുറച്ച് ഡീറ്റെയിൽസ് തന്നു. അപ്പോൾ കമ്പനിയുടെ 2 ഡിവിഷൻസിന്റെയും റവന്യൂ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബ്രാക്കറ്റിൽ എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എടുത്തിട്ടില്ല, ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ്ലി തന്നു. പിന്നെ ടാക്സ് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്. പിന്നെ അസറ്റ്സിന്റെ ഡീറ്റെയിൽസ്, കൺട്രോളബിൾ നോൺ കറണ്ട് അസറ്റ്സ്, ഇൻവെന്ററി, റിസീവബിൾസ്, പേയബിൾസ്, അങ്ങനെ നെറ്റ് കൺട്രോളബിൾ അസറ്റ്സ് ഉണ്ട്. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, മാനേജേഴ്സിന് റിവാർഡ് കൊടുക്കുന്നത് അവരുടെ ROI 22% മുകളിൽ പോയാൽ എത്രയാണോ ഓരോ പെർസെൻറ്റേജ് എക്സ്ട്രാ വരുന്നത് അതിന് 5,000 എന്ന രീതിയിലായിരിക്കും ബോണസ് കൊടുക്കുക. അപ്പോൾ 22 ആണ് മിനിമം ROI, ടാർഗറ്റ് ROI. അതിന് മുകളിൽ പോകുമ്പോഴായിരിക്കും റിവാർഡ് കിട്ടുക. ദെൻ അവിടെ റിസോർട്ടിന്റെ ROI കാൽക്കുലേറ്റ് ചെയ്യുന്ന കൺട്രോളബിൾ അസറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. ദെൻ പാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് യൂറി ഡിവിഷനിലെ മാനേജർക്ക് ബോണസ് കിട്ടുന്നുണ്ട്, ലെക്സിന്റെ മാനേജർക്ക് ബോണസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ കമ്പനിയുടെ ആവറേജ് ഫിനാൻഷ്യൽ റേഷ്യോസ്, ഇൻവെന്ററി, ഹോൾഡിംഗ് പീരീഡ്, റിസീവബിൾ കളക്ഷൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, കറന്റ് റേഷ്യോ ഇത് തന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ യൂറി ഡിവിഷന് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു പുതിയ ഡിവിഷൻ ഉണ്ട്. അവിടെ ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് $20,000. അതിന്റെ നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത് 3 ഇയേഴ്സിലേക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത് $8,000 വെച്ചിട്ടാണ്. കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. ഇത്രയും ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം റിക്വയർമെന്റിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റിക്വയർമെന്റ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. മീൻസ് ആ കാൽക്കുലേഷൻ അനാലിസിസ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം അതിന്റെ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റിസീവബിൾസ് കളക്ഷൻ പീരീഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, കറന്റ് റേഷ്യോ. അപ്പം അതിന്റെ ആൻസറിന്റെ ഒരു ഫോർമാറ്റ്, ഓക്കെ. ആദ്യം റിസീവബിൾസ് കളക്ഷൻ പീരീഡ് എടുക്കാം. റിസീവബിൾസ് കളക്ഷൻ പീരീഡിന്റെ കാൽക്കുലേഷൻ ഒക്കെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഡിവിഷനിലോട്ട് വരുമ്പം റിസീവബിൾസിന്റെ എമൗണ്ട് വരുന്നത് 90,000 ആണ്. 90,000 ഡിവൈഡഡ് ബൈ റവന്യൂന്റെ എമൗണ്ട് വരുന്നത് റവന്യൂ 350,000 ഇൻറ്റു 365. അപ്പം 94 ആയിരിക്കും. സെക്കൻഡ് ഡിവിഷനിലോട്ട് വരുമ്പം റിസീവബിൾസ് എന്ന് പറയുന്നത് 70,000 ഡിവൈഡഡ് ബൈ റവന്യൂ 420,000 ഇൻറ്റു 365. ഇപ്പം റിസീവബിൾസ് കളക്ഷൻസ് പീരീഡ് കിട്ടി. നമ്മൾ എപ്പോഴും റേഷ്യോ അനാലിസിസിൽ അല്ലെങ്കിൽ അതിന്റെ അസസ്മെന്റ് നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്, നമ്മൾ റേഷ്യോസ് മെഷേഴ്സ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അനാലിസിസിലോട്ട് പോവുക. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കണം, PBIT എടുക്കണം. നമ്മൾ പ്രോഫിറ്റ് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് തന്നിരിക്കുന്നത്.
അപ്പൊ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന്, ബിഫോർ ടാക്സ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട്സ് ഒന്നുമില്ല, അപ്പം ബിഫോർ ടാക്സ് എമൗണ്ട് എടുക്കണം. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണോ വേണ്ടയോ? അപ്പൊ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റും ടാക്സിനും മുൻപുള്ള എമൗണ്ട് ആണ് എടുക്കേണ്ടത് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ. അപ്പം ഒന്നുകിൽ വീണ്ടും റവന്യൂ ഈ എക്സ്പെൻസുകൾ മൈനസ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ടല്ലോ അതിൽ ടാക്സ് മൈനസ് ചെയ്തു അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ മതി. അപ്പം പ്രോഫിറ്റ് വരിക 73,000 ഓൾറെഡി ഉണ്ട്, അതിൽ ടാക്സും കൂടെ ആഡ് ബാക്ക് ചെയ്താൽ 51,000 വരും. ഇത്രയായിരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ. റവന്യൂ 350,000. ഇപ്പം 35% ലെക്സിലോട്ട് വരുമ്പം ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് 94 പ്ലസ് 66 ചെയ്യാം. 94 പ്ലസ് 66 ഇത്രയാണ് PBIT വരിക, ഡിവൈഡഡ് ബൈ റവന്യൂ 420,000. പെർസെൻറ്റേജ് ആക്കിയാൽ 38 വരും. പിന്നെ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു രണ്ട് ഡിവിഷന്റെയും. കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഡിവിഷനിൽ ഇൻവെന്ററി 90,000 പ്ലസ് റിസീവബിൾസ് 90,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, പേയബിൾസ് മാത്രം 40,000. സെക്കൻഡ് ഡിവിഷനിലോട്ട് വരുമ്പം ഇൻവെന്ററി 40,000 പ്ലസ് റിസീവബിൾസ് 70,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, പേയബിൾസ് 40,000. സോ ഇതായിരിക്കും അതിന്റെ എമൗണ്ട്സ് വരിക. അപ്പം നമുക്ക് മെഷേഴ്സ് കിട്ടി. അപ്പം നമ്മൾ മൂന്ന് ഡിവിഷന്റെയും നമ്പേഴ്സ് പറയുന്നു, അതിന്റെ കമ്പനി ആവറേജും തന്നുകൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാം, റിലേറ്റീവ് പെർഫോമൻസ് അസസ് ചെയ്യണം. ഇനി എങ്ങനെയാണ് പെർഫോമൻസ് അസസ്മെന്റ് കൊടുക്കുക? നമ്മൾ എപ്പോഴും ഹെഡിങ് കൊടുക്കും. എന്താ ഹെഡിങ് കൊടുക്കുക? പെർഫോമൻസ് മെഷർമെന്റ് ഓഫ് ഏതൊക്കെ ഡിവിഷൻസ് ആണോ അത് കൊടുക്കുന്നു, പെർഫോമൻസ് മെഷർമെന്റ് ഇന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന് താഴെ നമുക്ക് ഈ മൂന്ന് മെഷേഴ്സും വെച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഓരോ കാര്യങ്ങളും എടുത്ത് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. അതിൽ നമുക്ക് ആദ്യം റിസീവബിൾസ് കളക്ഷൻ പീരീഡ് പറയാം. അതിൽ എന്തൊക്കെ പോയിന്റ്സ് വരണം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു പെർഫോമൻസ് അനാലിസിസ് നമുക്ക് വരേണ്ടത് അതിന്റെ നമ്പേഴ്സ് ആദ്യം പറയാം. ലൈക്ക് റിസീവബിൾസ് കളക്ഷൻ പീരീഡ് ഫോർ യൂറി, ലെക്സ്, കമ്പനി ആവറേജ് ഇത്രയാണ്. ആ നമ്പേഴ്സ് മെൻഷൻ ചെയ്യുന്നു. ദെൻ അത് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെസ്റ്റ്, ഏതാണ് വേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം കമ്പനി ആവറേജ് 60 ആണ്. അപ്പം റിസീവബിൾസിൻ്റെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഇത്. കമ്പനി ആവറേജ് 60, ലെക്സ് 61, യൂറി 94 ആണ്. അപ്പം ലെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് കമ്പനി ആവറേജിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. യൂറി അത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? അപ്പം ഈ ഒരു മെഷർ വെച്ച് നോക്കുമ്പോൾ ലെക്സിന്റെ പെർഫോമൻസ് ആണ് ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. യൂറി അതിന് കൂടുതൽ ടൈം എടുക്കുന്നു. യൂറി ഓൾറെഡി നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും, ഒരുപാട് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യുന്നത്, റിസീവബിൾസ് കളക്ഷൻ സ്പീഡ് കൂടുതലാണ്. അത് യൂറിയുടെ ഇൻഎഫിഷ്യൻസി ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ലെക്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് കളക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ എഫിഷ്യൻസി, ആ മാനേജ്മെന്റിലെ എഫിഷ്യൻസി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നാൽ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലേക്ക് വന്നാൽ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ലെക്സിലോട്ട് വരുമ്പോൾ 38 ഉണ്ട്. കമ്പനി ആവറേജിനേക്കാൾ ബെറ്റർ ആണ് ലെക്സിന്റെ പെർഫോമൻസ്. യൂറി കമ്പനി ആവറേജിലും താഴെയാണ്. എഗെയിൻ ലെക്സിന്റെ പെർഫോമൻസ് ആണ് ഇവിടെ ബെറ്റർ ആവുന്നത്. എങ്ങനെ ബെറ്റർ ആവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ? കിട്ടിയ റവന്യൂവിനകത്ത് നല്ലൊരു പോർഷൻ പ്രോഫിറ്റ് വരുന്നു, അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ലെക്സ് റവന്യൂ വൈസ് കമ്പയർ ചെയ്യുമ്പം ലെക്സിന് ഹ്യൂജ് എമൗണ്ട് റവന്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യൂറി ഫേവറബിൾ സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും റവന്യൂ അവിടെ കുറവാണ്. അപ്പം ലെക്സിന് ഹ്യൂജ് റവന്യൂ ഉണ്ട്. ദെൻ കോസ്റ്റുകൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് നല്ലൊരു മാർജിനിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി യൂറിയുടെ റവന്യൂ കുറവാണ്, പക്ഷെ കോസ്റ്റ് സൈഡ് കോസ്റ്റുകൾ അത്യാവശ്യം നല്ല കോസ്റ്റുകൾ ഓവറോൾ വരുന്നുണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് രണ്ടിലും ഓൾമോസ്റ്റ് എന്താ സെയിം ആണ് കാണുന്നത്, എക്സ്ക്ലൂഡിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഇല്ലാത്ത കോസ്റ്റുകൾ. അപ്പൊ ലെക്സില് നമ്മൾ ഓവറോൾ എന്താ റവന്യൂ കൂടുതലാണെങ്കിൽ പോലും അത്രയും കോസ്റ്റ് സൈഡ് അവിടെ വന്നിട്ടില്ല. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ബെറ്റർ ആണ്. അവിടെയും എഫിഷ്യൻസി തന്നെയാണ് നമുക്ക് അവിടെ റീസൺ ആയിട്ട് പറയാൻ പറ്റുക. അടുത്ത കറണ്ട് റേഷ്യോയിലോട്ട് വരുമ്പം, കറണ്ട് റേഷ്യോ ലെക്സിന് 2.8, കമ്പനി ആവറേജ് 3 ആണ്, യൂറിക്ക് 4.5 ആണ്. ഓവറോൾ എല്ലാം നല്ല വാല്യൂസ് തന്നെയാണ്.
ബട്ട് കറണ്ട് റേഷ്യോന്റെ മീനിങ് നമുക്കറിയാം, കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് മിനിമം 1 എങ്കിലും വരണം, അല്ലെങ്കിൽ 0.91 എങ്കിലും വരണം എന്നാണ് നമ്മൾ പറയുക. ആ റേഞ്ചിലുണ്ട്. പക്ഷേ യൂറിലോട്ട് പോകുമ്പോൾ അത് 4.5 ആണ്. ദ മീനിങ് അവരുടെ കറണ്ട് അസറ്റ്സ് ഒരുപാടുണ്ട് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ അവരുടെ അസറ്റ്സ് എന്തല്ല പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലെക്സിന്റെ കേസിൽ 2.8 ഉള്ളു. അപ്പം അതാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ വാല്യൂ എന്ന് പറയുന്നത്. ഒരുപാട് ഇത് കൂടിയിട്ട് കാര്യമില്ല. ഒരുപാട് കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയിൽ കുറെ ഇൻവെന്ററി അല്ലെങ്കിൽ കുറെ ക്യാഷ് വന്നിരിക്കുന്നു, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ ബെറ്റർ യൂട്ടിലൈസേഷൻ ചെയ്തിരിക്കുന്ന കുറച്ചുകൂടെ ലെക്സ് ആണ്. സോ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ യൂറിയേക്കാളും ലെക്സിന്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്, ബെറ്റർ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇവാലുവേറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് വലിയ ഒരുപാട് എന്താ ആലോചിച്ചിട്ടുള്ള അടിപൊളി പോയിന്റ് വന്നില്ലെങ്കിൽ പോലും വളരെ ബേസിക് ആയിട്ട് 3 കാറ്റഗറി ആയിട്ട് അതിന്റെ വാല്യൂസ് കമ്പയർ ചെയ്ത് ഏതാണ് ബെസ്റ്റ് ഏതാണ് വേഴ്സ്, അതിൽ 1-2 കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ ഇന്നലെ പറഞ്ഞ അതേ ലോജിക്കിൽ, അതായത് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് റിക്വയർമെന്റിൽ വരേണ്ടത്. ഒന്നുകൂടെ റിക്വയർമെന്റ് വായിച്ചു നോക്കുന്നു. 3 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, അതിന്റെ റിലേറ്റീവ് പെർഫോമൻസ് കമന്റ് ചെയ്യാൻ പറഞ്ഞു. കമ്പനിയുടെ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് കമ്പനി ഡാറ്റ ആയിട്ട് കൂടെ എന്ത് ചെയ്യുന്നു, അത് കമ്പയർ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് റിക്വയർമെന്റിലേക്ക് വന്നാൽ നമുക്ക് 2 ഡിവിഷൻസിന്റെയും ROI കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ROI കാൽക്കുലേറ്റ് ചെയ്യാം. ROI കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ഡിവിഷന്റെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, 2 ഡിവിഷന്റെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, യൂറിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ PBIT തന്നെ എടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണുള്ളത്. ടാക്സ് ആഡ് ബാക്ക് ചെയ്യുന്നു. അപ്പോൾ 73,000 പ്ലസ് 51,000 ഇതായിരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ലെക്സിലേക്ക് വരുമ്പം 94 പ്ലസ് 66. സോ ഇതായിരിക്കും ടോട്ടൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. പിന്നെ നെറ്റ് അസെറ്റ്സ് എടുക്കണം. ROI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓർ നെറ്റ് അസെറ്റ്സ്. നെറ്റ് അസെറ്റ്സ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. നെറ്റ് കൺട്രോളബിൾ അസെറ്റ്സ് 419,770. അങ്ങനെയാണെങ്കിൽ ROI കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ നെറ്റ് അസെറ്റ്സ് ഇൻറ്റു 100 ചെയ്യുന്നു. സോ രണ്ടിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പം യൂറിക്ക് 25.31ഉം ലെക്സിന് 20.78 ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വേറെ എന്താ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സോ കാൽക്കുലേഷൻ അതിനകത്ത് ഇല്ല. ROI രണ്ടിന്റെയും കാൽക്കുലേറ്റ് ചെയ്തു. ROI കാൽക്കുലേഷൻ മാത്രമല്ല, ഏതെങ്കിലും മാനേജർക്ക് ബോണസ് കിട്ടുമോ എന്നുള്ളതും കൂടെ പറയണം. അപ്പൊ ബോണസ് കിട്ടാൻ മിനിമം ടാർഗറ്റ് ROI 22 ആണ്. അപ്പം യൂറിയുടെ മാനേജർ എന്ത് ചെയ്യും, ബോണസ് അയാൾക്ക് ബോണസ് കിട്ടും. ഇവിടെ കിട്ടില്ല. ലെക്സിന്റെ മാനേജർ 22ന്റെ താഴെ ആയതുകൊണ്ട് അവിടെ അയാൾക്ക് ബോണസ് കിട്ടില്ല. അപ്പൊ ബോണസ് കിട്ടാനുള്ള മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് ROI 22 വരിക എന്നുള്ളതാണ്. ലെക്സ് അതിന് താഴെ ആയതുകൊണ്ട് അവിടെ ബോണസ് ഉണ്ടാവില്ല. യൂറിയുടെ മാനേജർക്ക് 25 ആയതുകൊണ്ട് അവിടെ ബോണസ് കിട്ടും. അപ്പം ജസ്റ്റ് 3 മാർക്സ്. ROI കാൽക്കുലേറ്റ് ചെയ്യുക, ബോണസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയുക. പിന്നെ അതിൽ തന്നെ സബ് റിക്വയർമെന്റ്, ഇതിന്റെ പ്രോബ്ലംസ് എന്താണ്, ഇപ്പൊ കറന്റ്ലി ഉള്ള ബോണസ് സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ് എന്താണ്. അപ്പം ഇപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ അതിന്റെ ഒരു ഹിന്റ് ഉണ്ട്. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കറന്റ് ബോണസ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിവിഷൻസിനോ കമ്പനിക്കോ എന്തല്ല ഒരു നല്ല റിസൾട്ട് ആയിരിക്കുമല്ലോ ഉണ്ടാക്കി തരിക. എന്താ സംഭവിക്കുക, ഇവിടെ 22 എന്ന ROI വെക്കുന്നത് കൊണ്ട് 22 22% എന്ന ROI ടാർഗറ്റ് ഉണ്ട്. അപ്പം ലെക്സിന്റെ മാനേജർ ഓൾറെഡി ക്വസ്റ്റനിൽ പറഞ്ഞു പ്രീവിയസ് ഇയേഴ്സിൽ ഒന്നും അയാൾക്ക് ബോണസ് കിട്ടിയിട്ടില്ല, ഈ വർഷവും കിട്ടുന്നില്ല. യൂറി മാനേജർക്ക് 5 ഇയേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഈ വർഷവും അയാൾക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ലെക്സിന്റെ മാനേജറാണ് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ളത്, പക്ഷെ അയാൾക്ക് റിവാർഡ് കിട്ടുന്നില്ല. അപ്പം ROI എപ്പോഴും യൂറിക്ക് കൂടിക്കിടക്കുന്നതിന്റെ ഒരു റീസൺ ഓൾറെഡി ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ROI നമ്മുടെ യൂറിന്റെ മാനേജർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ നടത്തുന്നില്ല. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത്, ഷോർട്ട് ടേമിസം ആണ് സംഭവിക്കുന്നത്. എന്താ ഷോർട്ട് ടേമിസം, മാനേജർ ROI പോലത്തെ ഫിഗേഴ്സ് ബെറ്റർ ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ലോങ് ടേം പെർഫോമൻസ് സാക്രിഫൈസ് ചെയ്യുന്നു. കമ്പനിയുടെ എന്താ അസറ്റ്സ് മാറ്റാതെ പഴയ അസറ്റ്സ് തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ROI ബെറ്റർ ആവും. അതേസമയം ലെക്സിന്റെ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ മാറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുതിയ അസറ്റ്സ് കാര്യങ്ങൾ, പുതിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. യൂറി ഫേവറബിൾ കണ്ടീഷൻസിലായിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഓൾറെഡി ഇൻഎഫിഷ്യന്റ് ആണെന്ന് നമ്മൾ പല മെഷേഴ്സിൽ ഐഡന്റിഫൈ ചെയ്തു. സോ ഇതൊരു സ്യൂട്ടബിൾ മെഷർ അല്ല. ഇത് കമ്പനിയിൽ ഷോർട്ട് ടേമിസത്തിലോട്ടും മാനിപ്പുലേഷനിലോട്ടും ലീഡ് ചെയ്യും. പ്ലസ്
നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ലെക്സിന്റെ മാനേജറെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓവറോൾ കമ്പനിക്കും ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെഷർ അല്ല. ഈ സിറ്റുവേഷനിൽ ROI ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ മെഷർ അല്ല. ഇനി ക്വസ്റ്റനിൽ നമ്മളോട് ചോദിക്കുകയാണ് വേറെ എന്ത് മെഷർ എടുക്കാൻ പറ്റും. അപ്പൊ കുറെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാരും വിചാരിക്കുന്നത് RI എടുത്താൽ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഇല്ല, RIക്കും ഇതേ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കുറയും തോറും RI കൂടും. അപ്പൊ RI യൂസ് ചെയ്താലും ഇതേ പ്രോബ്ലംസ് അവിടെ വരാം. അപ്പം അവിടെ നമുക്ക് ജസ്റ്റ് ഫിനാൻഷ്യൽ മെഷേഴ്സ് അല്ലാതെ നോൺ ഫിനാൻഷ്യലും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് എടുക്കുന്നതാണ് ബെറ്റർ. നമ്മളോട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ ഫിനാൻഷ്യൽസ് പ്ലസ് നോൺ ഫിനാൻഷ്യൽസ് കമ്പൈൻ ചെയ്യുന്ന ബാലൻസ്ഡ് സ്കോ കാർഡ് പോലത്തെ ടെക്നിക്സ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സജസ്റ്റ് ചെയ്യാം. അപ്പൊ കറന്റ് ബോണസ് സിസ്റ്റം ഒരിക്കലും എന്തല്ല സ്യൂട്ടബിൾ അല്ല കറന്റ് സിറ്റുവേഷൻസ് നോക്കുമ്പോൾ, അത് നമുക്ക് പറയാം. ദെൻ അതിലെ റിക്വയർഡ് സി, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്താൽ വരുന്ന ഡിവിഷണൽ ROI, യൂറിയുടെ ഡിവിഷണൽ ROI എത്രയാണ്, മാനേജർ എടുക്കുന്ന ഡിസിഷൻ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കും എന്നുള്ളതാണ്. പുതിയ ഇൻവെസ്റ്റ്മെന്റും കൂടെ എടുക്കുകയാണെങ്കിൽ നോക്കുക, പുതിയ ഇൻവെസ്റ്റ്മെന്റും കൂടെ എടുത്താൽ ഓവറോൾ നമുക്ക് വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഓവറോൾ ROI കണ്ടുപിടിക്കാം. അപ്പം പുതിയ ഇൻവെസ്റ്റ്മെന്റിന്റെ മാത്രം പ്രോഫിറ്റ്സും ഇൻവെസ്റ്റ്മെന്റും നോക്കാം. പുതിയ ഡിവിഷന് മാത്രം ഇൻവെസ്റ്റ്മെന്റ് 20,000, പിന്നെ പീരീഡ് കഴിയുമ്പം 5,000 അത് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് നെറ്റ് ക്യാഷ് ഫ്ലോ 8,000 ആണ്. ഇവിടെ നോക്കേണ്ട ഒരു പോയിന്റ്, നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന നെറ്റ് ക്യാഷ് ഫ്ലോയുടെ എമൗണ്ട് 8,000 ആണ് അവർ പറയുന്നത്. അത് നെറ്റ് ക്യാഷ് ഫ്ലോ ആണ്, നെറ്റ് പ്രോഫിറ്റ് അല്ല. നമുക്ക് എപ്പോഴും വേണ്ടത് ROI കാൽക്കുലേഷനിലൊക്കെ പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. തന്നിരിക്കുന്നത് നെറ്റ് ക്യാഷ് ഫ്ലോ ആണ്. അപ്പം എന്താ പ്രോഫിറ്റും ക്യാഷ് ഫ്ലോ നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറച്ച് നോൺ ക്യാഷ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്ത് അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് ഐറ്റംസ് മാത്രമാണ്. പ്രോഫിറ്റിലേക്ക് വരണമെങ്കിൽ ഡിപ്രീസിയേഷൻ പോലത്തെ ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ മാത്രമല്ല, ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എത്രയാണ് ഡയറക്ട്ലി തന്നിട്ടുണ്ടോ? ഇല്ല. ഡിപ്രീസിയേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം മൊത്തം ഇൻവെസ്റ്റ്മെന്റ് 20,000 അസറ്റ്സിന്റെ കോസ്റ്റ് വരുന്നത്, പിന്നെ 3 years കഴിഞ്ഞ് 5,000 അതിന്റെ റെസിഡ്യൂവൽ വാല്യൂ. അപ്പൊ അതിന്റെ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, 20,000 മൈനസ് 5,000 ഡിവൈഡഡ് ബൈ 3 വർഷത്തേക്കല്ലേ ആ കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, 3 വർഷമല്ലേ യൂസ്ഫുൾ ലൈഫ് പോലെ പറഞ്ഞേക്കുന്നത്. ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ആവറേജ് 1 ഇയറിലേക്കുള്ള ഡിപ്രീസിയേഷൻ കിട്ടും. 20,000 മുടക്കി 5,000 ലാസ്റ്റ്, അപ്പോൾ 15,000 3 ഇയേഴ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആവറേജ് 1 ഇയറിലെ ഡിപ്രീസിയേഷൻ 5,000 ആയിരിക്കും. ഇപ്പൊ നെറ്റ് ക്യാഷ് ഫ്ലോയിൽ നിന്ന് അക്കൗണ്ടിങ് മെഷറായ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ അക്കൗണ്ടിങ് പ്രോഫിറ്റിലേക്ക് വരാം. അക്കൗണ്ടിങ് പ്രോഫിറ്റ് 3,000 ആയിരിക്കും പെർ ഇയർ അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അപ്പം ആ പുതിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതിൽ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ പുതിയ ഇൻവെസ്റ്റ്മെന്റും കൂടെ എടുത്താൽ ഓവറോൾ വരുന്ന പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓൾറെഡി യൂറി ഡിവിഷനിലെ പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? 124 ഉണ്ടായിരുന്നു ഓൾറെഡി. പ്ലസ് ഇവിടെ നിന്നുള്ള 3,000 കൂടെ വരും. അപ്പോൾ 127,000 ആയിരിക്കും ഓവറോൾ പ്രോഫിറ്റ് യൂറിയുടെ മാത്രം. യൂറിയിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ യൂറിയിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇത്ര വരും. നെറ്റ് അസെറ്റ്സ് ഓൾറെഡി 490യുടെ നെറ്റ് അസെറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണ്ടത്, യൂറിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണ്ടത് 20,000 ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ROI കാൽക്കുലേറ്റ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ നെറ്റ് അസെറ്റ്സ് ചെയ്യുമ്പോൾ ROI 24.90 ആയിരിക്കും ROI വരിക. അപ്പോൾ ഒരു ക്വസ്റ്റൻ ഇതായിരുന്നു, പുതിയ റിക്വയർമെന്റ്, പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ എന്തായിരിക്കും ഓവറോൾ ROI? 24.9 ആയിരിക്കും. അപ്പം ഓവറോൾ ROIക്ക് പറ്റുന്ന ഓവറോൾ ROI എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഓവറോൾ ROI ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് മാനേജർ എടുക്കാൻ പോകുന്ന ഡിസിഷൻ ഈ പ്രപ്പോസല് അക്സെപ്റ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം എന്നായിരിക്കും മാനേജർ എടുക്കാൻ പോകുന്ന ഡിസിഷൻ. അതായത് മാനേജർക്ക് ഓൾറെഡി 25 ROI കിട്ടുന്നുണ്ട്, ഓൾറെഡി 25.31 ഉണ്ട്. ഈ പ്രപ്പോസലും കൂടെ എടുത്താൽ അത് 24.9ലേക്ക് കുറയാം, 25ന് താഴേക്ക് പോകും. മാനേജറെ സംബന്ധിച്ച് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പെർസെൻറ്റേജിനും, 22ന് മേലെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പെർസെൻറ്റേജിനും ബോണസ് ഉണ്ട്. അപ്പം ROI കുറയ്ക്കുന്ന ഈ പ്രപ്പോസൽ മാനേജർ എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. സോ അയാൾ ഈ പ്രൊജക്ട് റിജക്ട് ചെയ്യുന്നു. ഇതായിരിക്കും മാനേജറുടെ ഡിസിഷൻ. ഈ എടുക്കുന്ന ഡിസിഷൻ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണോ?
എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണോ എന്നറിയാൻ രണ്ട് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഒന്ന്, കമ്പനിയുടെ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈ പ്രപ്പോസലിൽ നിന്ന് കിട്ടുന്ന ROIയും സെപ്പറേറ്റ്ലി എടുക്കാം. ഇപ്പം ഈ ഡിവിഷൻ മാത്രം ROI ഈ പ്രപ്പോസലിന് മാത്രം ROI എടുക്കുകയാണെങ്കിൽ പ്രപ്പോസലിന് 3,000 പ്രോഫിറ്റ് ഉണ്ട്, 20,000 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് പെർസെൻറ്റേജ് ആക്കിയാൽ 15% വരും. അതായത് ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ROI മാത്രം 15% ഉണ്ട്. കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ഉള്ളൂ. അപ്പം കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ 15% കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. കമ്പനിക്ക് മിനിമം 10 കിട്ടിയാൽ മതി. 10ന് മേലെയുള്ള ഏതൊരു പ്രൊജക്റ്റും കമ്പനിക്ക് ഫീസിബിൾ ആണ്, അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ 15% കിട്ടുന്ന ഈ ഒരു പ്രൊജക്ട് കമ്പനിക്ക് ഫീസിബിൾ ആയിരുന്നു, അക്സെപ്റ്റബിൾ ആയിരുന്നു. പക്ഷെ മാനേജർ എന്ത് ചെയ്യും? അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. ഒന്നുകിൽ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ RI നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഈ പ്രൊജക്ടിന്റെ RI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 3,000 മൈനസ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 20,000 ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പെർസെൻറ്റേജ്. അങ്ങനെ ഈ പ്രപ്പോസലിന്റെ RI വേണമെങ്കിൽ കണ്ടുപിടിക്കാം, പുതിയതിന്റെ മാത്രം RI. പുതിയ പ്രപ്പോസലിൽ നിന്ന് കമ്പനിക്ക് എക്സ്ട്രാ ഒരു $1,000 കിട്ടുന്നുണ്ട്. സോ കമ്പനിക്ക് ഇത് ഫീസിബിൾ ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ബട്ട് മാനേജർ എന്ത് ചെയ്യും? ഇത് റിജക്ട് ചെയ്യും. അപ്പം റിക്വയർഡ് സിയിലെ ലാസ്റ്റ് പോയിന്റ് അതായിരുന്നു. റിക്വയർഡ് സിയില് explain whether division's manager will make a decision on the investment opportunity which is in the best interest of the company. No. കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. പക്ഷെ മാനേജർ എന്ത് ചെയ്യും? അത് റിജക്ട് ചെയ്യും. മാനേജർ നോക്കുന്ന അയാളുടെ ഇൻഡിവിജ്വൽ ഡിവിഷന്റെ ROI മാത്രമായിരിക്കും. അയാൾ നോക്കുന്ന അയാളുടെ ROI മാത്രമായിരിക്കും. പക്ഷെ കമ്പനി നോക്കുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മേലെ കിട്ടുന്നത് അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ആ പോസിറ്റീവ് ROI ഉള്ളത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ മാനേജർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കില്ല ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ഈ പോയിന്റ് കൂടെ നമുക്ക് പറയാം. അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. രണ്ട് ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എന്ത് ചെയ്യുക? എക്സാമിനർ ആൻസറും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. കീ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ എക്സാമിനർ ആൻസറും കൂടെ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. എസ്പെഷ്യലി തിയറി ആൻസേഴ്സ് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് 2024 സെപ്റ്റംബർ ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടാതെ നമ്മൾ 25ലെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി 25ലെ 2 സെഷനിലെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബിന് അതിന്റെ സോൾവ് ചെയ്ത വീഡിയോസ് ഓൾറെഡി യൂട്യൂബിനകത്തുണ്ട്. 25ലെ മാർച്ച് ജൂണും സെപ്റ്റംബർ ഡിസംബറിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് സോൾവ് ചെയ്ത വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. അപ്പം അത് നിങ്ങൾ എടുത്ത് കാണുക. ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയതിന് ശേഷം ആ വീഡിയോസ് എടുത്ത് കാണുക കേട്ടോ. അപ്പം റീസെന്റ് ആയിട്ട് വന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ കുറെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം എന്നത് മാത്രമല്ല, അതിലൂടെ എന്തെങ്കിലും അഡീഷണൽ നോളജ് നമുക്ക് ഉണ്ടാവണം. ഒന്നുകിൽ അതിൽ നിന്നൊരു പാറ്റേൺ, കോമൺലി ആൻസർ ചെയ്യാൻ വരുന്ന പോയിന്റ്സ്, കോമൺലി വരുന്ന കാര്യങ്ങൾ എന്താ, അങ്ങനെ ഒരു കാര്യം നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് വരുന്നത് എന്താ, അതിൽ കോമൺ ആയിട്ടുള്ള ആൻസേഴ്സ് എന്താ, അങ്ങനെ നമ്മൾ അതിൽ നിന്നുള്ള പോയിന്റ്സ് ഓർത്ത് വെച്ച് നോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓർത്ത് വെക്കണം. അപ്പോഴായിരിക്കും നമുക്ക് എക്സാമിന് അത് ഹെൽപ്ഫുൾ ആവുക. ദെൻ ഇനി എക്സാമിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു സ്ക്രീൻഷോട്ട് പോലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2020 തൊട്ട് 2025 വരെയുള്ള പാസ് പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് അത് മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം അറൗണ്ട് ഒരു 1 വീക്കാണുള്ളത്. അവൈലബിൾ ടൈം എന്താണോ അതിന്റെ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ കൊണ്ടുവരാം. ലൈക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. ഏറ്റവും മിനിമം ഞാൻ ആ പറഞ്ഞ 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യണം. പറ്റുമെങ്കിൽ ബാക്കിലേക്കുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. പിന്നെ നമ്മൾ ഓർക്കുക, ഇത്രയും ദിവസം ചെയ്തതിന്റെ ഏറ്റവും ഒരു പീക്ക് പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്താണോ അതിന്റെ അതിനേക്കാൾ എക്സ്ട്രീം എഫേർട്ട് ഇടേണ്ട ഒരു സമയമാണ് നമ്മുടെ ഒരു ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന പോലെ. ഫൈനൽ സ്റ്റേജ് ആണ്. ലാസ്റ്റ് ഒരു 7 ഡേയ്സ് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ലൈക്ക് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം വായിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലപോലെ എക്സാമിലേക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരു 2 വീക്സ് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ എക്സാമിന് ഓർമ്മയുണ്ടാവില്ല. അപ്പം ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ ഓർമ്മ നിൽക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്താ ഒരു ഡെയിലി പഠിക്കുന്ന അവേഴ്സ് ഇപ്പോൾ 6 ആണെങ്കിൽ, 8 ആണെങ്കിൽ, 10 ആണെങ്കിൽ 12ലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കുക.
ഒന്ന് കൂട്ടാൻ പറ്റുമോ നോക്കുക. പേഴ്സണൽ കാര്യങ്ങളും ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകും. ബട്ട് എല്ലാം ഒന്ന് പ്രോപ്പർലി മാനേജ് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ എത്രയാണോ മാക്സിമം പഠിച്ച് അതിനേക്കാളും ഒരു 2 hours എങ്കിലും കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് നോക്കുക. ഒരു ടാർഗറ്റ് 12 hours ഒക്കെ വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ 12 hours പഠിക്കണം എന്നല്ല പറയുന്നത്. അവസാനത്തെ ഒരു 7 days അത്രയെങ്കിലും നിങ്ങൾ നമ്മുടെ ഒരു സബ്ജക്റ്റിന് നമ്മുടെ കോഴ്സിന് വേണ്ടി മാറ്റി വെക്കാൻ പറയണം. അത്രയും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഇനിയുള്ള ഒരു ഫൈനൽ അപ്രോച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എക്സാം വരുന്നത് ജൂൺ 3-നാണ് അല്ലെ? ജൂൺ 3-നാണ് എക്സാം. അപ്പം ജൂൺ 1st-ഉം 2nd-ഉം നിങ്ങൾ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. ഫൈനൽ റിവിഷൻ ആയിരിക്കണം ഈ 2 ദിവസം. ആ 2 ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും പ്ലാൻ ചെയ്യരുത്. അതായത് അതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ക്വിക്ക്ലി റിവൈസ് ചെയ്യാനായിട്ടാണ് 2 ദിവസം യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സിലബസ് ഫയല്, ഷോർട്ട് നോട്ട്സ്, ACCAയുടെ സൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ്, കാര്യങ്ങൾ, CV പ്ലാറ്റ്ഫോം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് 2 days നോക്കേണ്ടത്. ഫുൾ ടോപ്പിക്സ് സെറ്റ് ആണോ, അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ആണോ എന്നുള്ളതാണ് ആ 2 ദിവസം എൻഷുർ ചെയ്യേണ്ടത്. അപ്പം അതിന് മുൻപായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, പാസ് പേപ്പേഴ്സ് ഫുൾ ആയിട്ട് ഫോക്കസ് ചെയ്യുക. സെക്ഷൻ C ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. സെക്ഷൻ എയിൽ ഒരുപാട് ഇനി ഞങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. സെക്ഷൻ എ എന്ന് പറയുന്നത് ഭയങ്കര ഇൻഡെപ്ത്, ഏതെങ്കിലും എന്താ പറയുക വളച്ചു തിരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ടെൻഷൻ ആവാനും പാനിക് ആവാനും നിൽക്കണ്ട. സെക്ഷൻ C ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യും. അപ്പം നോളജ് വൈസും അതുപോലെ ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും അതിനനുസരിച്ച്. അപ്പം അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഫൈനൽ എക്സാം അപ്രോച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എക്സാം അപ്രോച്ച് ഇത്രേ ഉള്ളൂ. മെജോറിറ്റി പേപ്പേഴ്സിലും ഫാക്കൽറ്റീസ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പാട്. കേൾക്കാനും പറയാനൊക്കെ ഭയങ്കര ഈസിയാണ്, അത് ഇംപ്ലിമെന്റ് ആയി കിട്ടണം. ഇത്രേ ഉള്ളൂ. ഒന്ന്, നമ്മൾ എക്സാമിന്റെ തലേദിവസം വരെ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടു. എക്സാമിന്റെ അന്ന് പോകുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പോകാൻ നമുക്ക് പറ്റണം. കോൺഫിഡന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്സാം പാസ്സാവാൻ വേണ്ട പ്രിപ്പറേഷൻ ഒരു 90% സ്റ്റുഡൻസും ചെയ്യാറുണ്ട്. ജസ്റ്റ് 50% അല്ല, 95% സ്റ്റുഡൻസും എക്സാം പാസ്സാവാൻ വേണ്ട നോളജ് വൈസ് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ അക്വയർ ചെയ്യുന്നുണ്ട്. സംഭവിക്കുന്നത് എക്സാമിന്റെ 3 മണിക്കൂറിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ സെറ്റായി വരാത്തത് കൊണ്ടാണ് 1-2 മാർക്ക് കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ 5-6 മാർക്ക് കുറഞ്ഞു പോകുന്നു. അപ്പം എക്സാമിൽ നമ്മുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങൾ അത് സെറ്റ് ആവണം. ഒന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇപ്പം ചെയ്യുക. പിന്നെ എക്സാമിന് പോകുന്ന സമയത്ത് ടെൻഷൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആൾക്കാർ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് എക്സാമിന് പോവുക. ദെൻ എക്സാമിൽ എപ്പോഴും നമ്മൾ കുറച്ച് വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ലൈക്ക് സെക്ഷൻ C ക്വസ്റ്റ്യൻസ് വരുന്നത് ചിലപ്പം ഒറ്റയടിക്ക് മനസ്സിലാവില്ല, ടഫ് ആയിരിക്കാം. മേ ബി ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ സെക്ഷൻ എ, സെക്ഷൻ എല്ലാം, അതായത് നമ്മൾ എത്രത്തോളം വേഴ്സായി വരാൻ പറ്റുമോ അത്രയും വേഴ്സായി വരുന്നു എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് പോവാം. അപ്പം അതിനും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ എന്തായാലും എക്സാമിന് ഉണ്ടാവുക. അപ്പം വേഴ്സ്റ്റ് കേസ് വന്നാലും നമുക്ക് പാസ്സാവാൻ പറ്റണം. വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ, ഇപ്പം സെക്ഷൻ സിയിൽ വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നാണ് വേഴ്സ്റ്റ് കേസ്. ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ നമ്മൾ പറയാം. എന്നാൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ PM ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല എന്നൊരു സിറ്റുവേഷൻ ഇല്ല. അത് വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇല്ല. ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ഇല്ല. നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായി, കുറെ മനസ്സിലായില്ല, അത് ഓക്കെ, അങ്ങനെ സംഭവിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായത് എത്രയാണോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസറിലേക്കുള്ള വാല്യൂസ് ആ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. തിയറി ആണെങ്കിൽ അത് എഴുതി തുടങ്ങുക. തിയറി ഒക്കെ ആണെങ്കിൽ കുറെയൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൽ കണ്ട കാര്യങ്ങളായിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ്സ് ഓർമ്മ വരും. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അതിലേക്കുള്ള പോയിന്റ്സ് ഓർമ്മ വരും. അപ്പം അതിലൊന്നും പാനിക് ആവണ്ട. ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒരു 50% കാര്യങ്ങൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, എസ്പെഷ്യലി കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ മനസ്സിലായത് വെച്ച് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പം ഒരു വലിയൊരു കാൽക്കുലേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ള വാല്യൂ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇടയിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. കിട്ടിയത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, തിയറി ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു ടൈം കൊടുത്താൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. കാൽക്കുലേഷനേക്കാൾ ഈസി ഏരിയ ചിലപ്പോൾ തിയറി ആയിരിക്കും.
അപ്പം അത് ആൻസർ ചെയ്യാൻ നോക്കുക. കാൽക്കുലേഷൻ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനും ട്രാപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ചിലപ്പം കാൽക്കുലേഷൻ. നമ്മളൊരു കാൽക്കുലേഷൻ ഇരുന്നിട്ട് ആൻസർ കിട്ടുന്ന വരെ നമ്മൾ അതിനിരിക്കും. അപ്പം ചിലപ്പോൾ സമയം പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ എക്സാം അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ 3 സെക്ഷനായിട്ട് എടുക്കുമ്പം സെക്ഷൻ എ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. 15 ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 മാർക്സ് വെച്ച് മാക്സിമം നമുക്ക് 30 മാർക്സ് ആണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത് സെക്ഷൻ എ നമ്മൾ മാക്സിമം 45 മിനിറ്റ്സ്, ഒരു 40 to 45 മിനിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഐഡിയൽ. അപ്പം സെക്ഷൻ എയിൽ ഈസി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് മനസ്സിലാവുക? ഒന്ന്, ഒരുപാട് ലൈൻസ് ഇല്ല, ചെറിയ 2 3 ലൈൻസ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടോപ്പിക് നിങ്ങൾക്ക് ഓൾറെഡി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്പേഴ്സ് ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം എടുത്തിട്ട് അത് സോൾവ് ചെയ്ത് പോവാം. ഒരിക്കലും ഓർഡറിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്തിട്ടേ 2 ചെയ്യൂ, 2 ചെയ്തിട്ടേ 3 ചെയ്യൂ, അങ്ങനെ ഒരു ഓർഡറിൽ ഒരിക്കലും ചിന്തിക്കേണ്ട. അത് മണ്ടത്തരമാണ്. ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അങ്ങനെ 1 2 3 അങ്ങനെ ഓർഡറിൽ പോകരുത്. അത് നിങ്ങൾ എന്താവും, 1 2 ക്വസ്റ്റ്യനിൽ കുറേ നേരം സ്റ്റക്കായി പോകും. ഒരു ക്വസ്റ്റ്യന്റെ മേലെ 10 മിനിറ്റ് പോയാൽ മൊത്തം ടൈം മാനേജ്മെന്റ് തെറ്റും. കിട്ടാൻ പോകുന്ന 2 മാർക്കുമാണ്. അപ്പൊ അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻസ് എടുക്കുക. 45 മിനിറ്റ്സ്, എക്സാം തുടങ്ങി 45 മിനിറ്റ്സ് ആവുന്നത് വരെ സെക്ഷൻ എയിൽ തന്നെ ഇരിക്കുക. മോസ്റ്റ് പ്രോബബിളി 45 മിനിറ്റ്സ് ഫുൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഇനി വളരെ റെയർ ആയിട്ട് 15 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു, ഒരു 30 മിനിറ്റ്സിൽ തന്നെ കഴിഞ്ഞു, സമയമുണ്ട് എങ്കിൽ അടുത്തയിലേക്ക് പൊക്കോ. പക്ഷെ അത് അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. മെജോറിറ്റി ആൾക്കാർ 1 2 ക്വസ്റ്റ്യൻ സ്റ്റിൽ പെൻഡിങ് ഉണ്ടാവും. എന്നാലും ഞാൻ പറയുന്നത് 45 മിനിറ്റ്സിൽ സെക്ഷനെ വൈൻഡപ്പ് ചെയ്തിട്ട് സെക്ഷൻ ബിയിലേക്ക് പോവാം. സെക്ഷൻ ബി എന്ന് പറയുന്നത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3 ക്വസ്റ്റ്യൻ്റെ ഒരു ഔട്ട്ലൈൻ ആദ്യം നോക്കിയിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഈസി ക്വസ്റ്റ്യൻസ് എടുക്കും. അപ്പം അതും ഇതേപോലെ 30 മാർക്സിനുണ്ട്. അതും ഒരു 40 to 45 മിനിറ്റ്സ് മാക്സിമം. അത് ആൻസർ ചെയ്യുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസിലും കാണുന്നത് ഇപ്പോൾ ഒരു സിനാരിയോ, ആ സിനാരിയോ ബേസ് ചെയ്ത് കുറച്ച് കാൽക്കുലേഷൻ, കുറച്ച് തിയറി ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഫുൾ തിയറി ക്വസ്റ്റ്യൻ, ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക. മെജോറിറ്റി ക്വസ്റ്റ്യൻസിലും കാണുന്നത് കാൽക്കുലേഷൻ പ്ലസ് തിയറി ആണ്. ഒരു 2 3 ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ, ബാക്കി തിയറി ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈക്ക് ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ കിട്ടിയാലേ 2ഉം 3ഉം ചിലപ്പോൾ കിട്ടും. പക്ഷേ 4 ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2 3 ആയിട്ട് റിലേറ്റഡ് അല്ല. ക്വസ്റ്റ്യൻ വായിച്ച് ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഡയറക്റ്റ്ലി 4 ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. 5 എന്നുള്ളത് ചിലപ്പം വളരെ കോമൺ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കാതെ തന്നെ 5ന് ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ മീൻസ് സിനാരിയോ വായിക്കാതെ. അതായത് ഇപ്പം ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ കുറേ കാര്യങ്ങൾ, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, കുറേ കമ്പനിയുടെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ നമ്പർ 5 ഒരു ജനറൽ പോയിന്റ് ആയിരിക്കും ചിലപ്പം. അപ്പം അത് ഭയങ്കര ഈസിയാണ്. അപ്പം നിങ്ങൾ എഗെയിൻ ഈ ഓർഡറിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് 1 2 3 അങ്ങനെ നിൽക്കണ്ട. ചിലപ്പോൾ 4ഉം 5ഉം ആദ്യം ചെയ്യാൻ പറ്റുമായിരിക്കും. പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ആദ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം ചെയ്യാം. തിയറി ആയതുകൊണ്ട് അങ്ങനെ ടഫാണെന്ന് പറഞ്ഞ് മാറ്റി. തിയറിയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇതാണെന്ന് തോന്നി നോക്കി സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ സെക്ഷൻ ബി. പിന്നെ സെക്ഷൻ സിയിലോട്ട് വരുന്നു. സെക്ഷൻ സിയിലോട്ട് വരുമ്പം 2 ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടിനും ഈ പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റ്യനും ഒരു 35 to 40 മിനിറ്റ്സിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എവിടെയെങ്കിലും ടൈം കുറച്ച് ലാസ്റ്റ് ബാലൻസ് വരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, എന്താണോ അറ്റൻഡ് ചെയ്യാൻ ഇനി ബാക്കിയുള്ള അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. സെക്ഷൻ സിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും വീണ്ടും പറയുന്നു, ചിലപ്പം ഈസി മാർക്സ് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ആൻസർ ചെയ്യുക. പിന്നെ കാൽക്കുലേഷൻ ആണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അങ്ങനെ ഫുൾ 3 hours അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നാൽ പേടിക്കേണ്ട, പാനിക് ആവേണ്ട. അവിടുത്തെ ടെക്നിക്കൽ സപ്പോർട്ട് എടുക്കുക, അവിടെ പറയുക. അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് കാരണം നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇത്രേ ഉള്ളൂ. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം പഠിക്കുക. നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണോ, ലാസ്റ്റ് പേപ്പറിൽ പഠിച്ചെന്താണോ, ഇതുവരെ പഠിച്ചെന്താണോ, അതിനേക്കാൾ കൂടുതൽ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഈ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനായിട്ട് നോക്കാം. അപ്പം നമ്മൾ 2 days ആണ് ആക്ച്വലി ഇപ്പം മാരത്തോൺ റിവിഷൻ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിന് പുറമെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, കോൺസെപ്റ്റ് റിലേറ്റഡോ ക്വസ്റ്റ്യൻ റിലേറ്റഡോ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുക. അപ്പം ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ അയക്കുന്നതിന്റെ കൂടെ എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്ത് അയക്കുക.
പിന്നെ വേറെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ വരികയാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റിലോ എന്തെങ്കിലും ടോപ്പിക്കിൽ കൺഫ്യൂഷനൊക്കെ വരികയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, നമുക്ക് വാട്സപ്പ് ത്രൂ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാം. അപ്പം ഏറ്റവും അടിപൊളിയായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും പാസ്സാവട്ടെ, ഏറ്റവും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പം 2 ദിവസത്തെ സെഷൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു.